ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത ക്ലാസ്സാണ്. അതിന്റെ അത്ര ഉറപ്പ് ജീവിതത്തിൽ മലയാളിയായ ഒരുത്തനും ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലെന്ന 100 കുറപ്പ് കൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് ഈ വിധത്തിൽ എടുത്ത് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു ഖുർആനിൽ സൂറത്ത് ബയ്യിന ഒന്ന് കേട്ടു നോക്കേ. വമാ ഉമിറു, ശരിക്കും ശ്രദ്ധിക്കണേ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിം, വദാലിക ദീനുൽ ഖയ്യിം. ഹദീസിൽ എന്താണ്? ദീനുള്ള പുരുഷനെ ഭർത്താവാക്കുക, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാം. ഇനി എന്താ ദീൻ? അത് അല്ലാഹ് പറയട്ടെ. അല്ലാഹ് പറഞ്ഞതാണല്ലോ ശരി. അത് നിങ്ങൾക്ക് ഉറപ്പല്ലേ? മുജാഹിദ് ബാലുശ്ശേരിക്ക് ചിലപ്പോൾ തെറ്റും, ഹുസൈൻ സലഫിക്ക് ചിലപ്പോൾ തെറ്റും, അല്ലാഹ്ക്ക് തെറ്റും. ആ അല്ലാഹ് എന്താ പറഞ്ഞത്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. 9-ാമത്തെ വചന. ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു. ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു. ആയത്തൊന്ന് കേട്ടുകേ, ഒന്നുകൂടെ കേട്ടുവെക്കേ. പഠിക്കുക. നമ്മൾ ഇന്ന് പോയിട്ട് വീട്ടിലിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യാം എല്ലാരും. വമാ ഉമിറു, ഞാൻ കൽപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, എന്നെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, കീവണക്കം നേരെ ചൊവ്വാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി. അഖ്ലസ യുഖ്ലിസു, ഇഖ്ലാസ് എന്താ ഇതിനർത്ഥം അറിയോ? ലബനൻ ഖാലിസ, ഖുർആനിലെ ഒരു പ്രയോഗമാണ്. അതിനെ വെച്ചിട്ടാണ് പണ്ഡിതന്മാർ ഇഖ്ലാസ് വിവരിക്കുന്നത്. ലബനൻ ഖാലിസ. എന്താ ലബനൻ ഖാലിസ എന്ന് പറഞ്ഞാൽ? ശുദ്ധമായ പാല്, ഒന്നും ചേരാത്തത്. എന്തിനിങ്ങനെ പറഞ്ഞു ഖുർആൻ? ലബനൻ ഖാലിസ എന്തിനു പറഞ്ഞു ഖുർആൻ? എന്തിനാ പറഞ്ഞറിയോ നിങ്ങൾക്ക്? കാഷ്ടത്തിന്റെയും, അതായത് ചാണകത്തിന്റെയും ബ്ലഡിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ അകിടിൽ നിന്ന് നിങ്ങൾക്ക് പാല് കിട്ടും. അവിടെ ചാണകത്തിന്റെ ടേസ്റ്റുമില്ല, രക്തത്തിന്റെ മണവുമില്ല. അത് രണ്ടുമില്ലാത്ത ലബനൻ ഖാലിസ. ഇതുപോലെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അറിയോ? അല്ലാഹനെ മാത്രം വഹ്ദാനിയത്ത്. അല്ലാഹന്റെ കൂടെ മലക്കിനെ ചേർക്കാൻ പറ്റില്ല. അല്ലാഹനോടും തേടാം, മലക്കിനോടും തേടാൻ പാടില്ല. അല്ലാഹുവിനോടും തേടാം, ജിന്നിനോടും തേടാൻ പാടില്ല. അല്ലാഹുവിനോടും തേടാം, അമ്പിയാക്കളോടും തേടാൻ പാടില്ല. അല്ലാഹുവിനോടും തേടാം, ഔലിയാക്കളോടും തേടാം പാടില്ല. ഒരു സൃഷ്ടിയും ഒരു മഖ്ലൂഖും അല്ലാഹുവിനോട് ചേർന്ന് നിൽക്കില്ല. അങ്ങനെ അല്ലാഹനെ മാത്രം നിഷ്കളങ്കമായി ആരാധിക്കുന്നവൻ ആരോ, ആ വ്യക്തിക്ക് ദീനുണ്ട്. മാഷാ അല്ലാഹ്, ആ വ്യക്തിക്ക് ദീനുണ്ട്. എങ്കിൽ കേരളത്തിലും കർണാടകയിലും എത്ര മുസ്ലിങ്ങൾക്ക് ദീനുണ്ട്? നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണ് ഒന്ന് ചിന്തിക്കും. ഇത് കുറച്ച് അപകടം പിടിച്ച സംഗതിയാണ്. ഇത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദീനതാണല്ലോ. ദീന്റെ കൂടെ ആരാ ഉണ്ടാവുക? ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഒരു ന്യൂനപക്ഷം. തായിഫത്തും മൻസൂറ ഫിർഖത്തുൻ നാജിയ, ആ കപ്പലിൽ ഒരു ന്യൂനപക്ഷം. അവരാരാണ്? അവർ ഉറബായികളാണ്. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസു മിൻ ബഅദി മിൻ സുന്നതി. ആ സത്യത്തിന്റെ ആളുകൾ കുറച്ചായിരിക്കും. അതുകൊണ്ട് ഞങ്ങളോട് ഗൗരവമായിട്ട് പറയാണ്, കുടുംബ ജീവിതം നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മകൻ പെണ്ണ് കിട്ടിയില്ല, മൊയ്തീൻ ഷൈനെ വിളിക്കുന്ന ഒരു പെണ്ണാള്, പരിചയക്കാരനായ ഒരു സുഹൃത്തിന്റെ മോളുകൾ. കല്യാണം കഴിക്കണോ വേണ്ടേ? വേണ്ട, ഓൾക്ക് ദീനില്ല, ഇജ്ജ് മുസ്ലിമാണ്, സ്വർഗം ആഗ്രഹിക്കുന്നവനാണ്, നിനക്ക് പറ്റിയ കുട്ടിയല്ല. സുന്ദരിയാണ്, സമ്പത്തുണ്ട്, പാവാണ്, 5 നേരം നിസ്കരിക്കും, നോമ്പ് വിൽക്കും, തൗഹീദില്ല. അല്ലയാണ്, എന്റെ വകയല്ലല്ലോ. സൂറത്ത് ബയ്യിന പറയാണ്. എന്താ അല്ലാഹ് പറയുന്നത്? ദീനുള്ള പെണ്ണ്. റസൂല് പറയാ ദീനുള്ള പെണ്ണ്. അപ്പൊ എന്താ ദീൻ? നിസ്കാരമുള്ള, സക്കാത്തുള്ള, അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ്, ഒരാണ്. എന്നിട്ട് എന്താ അല്ലാഹ് പറയുന്നത്? വദാലിക ദീനുൽ ഖയ്യിം, അതാണ് മോനെ മതം, അത് മാത്രമാണ് മതം. ഇനി 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂർ.
24-ാമത്തെ അധ്യായം സൂറത്തു നൂർ 32-ാമത്തെ വചനം. അതിലെന്താ ഉള്ളത്? ഫൻകിഹു വയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമായികും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി വല്ലാഹു വാസിഉൻ അലീം. എന്നാ നോക്കുകള് എന്താ പറയുന്നത്? നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ആർക്ക്? സ്വാലിഹീങ്ങൾക്ക്, സദ്വൃത്തരായിട്ടുള്ള ആളുകൾക്ക്. ആ സദ്വൃത്തരെ അല്ല പറയുന്നത് ദീനുണ്ട് പക്ഷേ സമ്പത്തില്ല, ദീനുണ്ട് ദരിദ്രനാണ്, സാരമില്ല, ദരിദ്രനായിക്കോട്ടെ, ഒന്നാമതായി ഉണ്ടാകേണ്ട ദീനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ദീന് നോക്കി നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ മകളുടെ ഭർത്താവായി സ്വീകരിച്ചാൽ സമ്പന്നനായ ഒരാള്. ശരിക്കും ചിന്തിക്കണേ. സ്റ്റേജിലിരിക്കുന്ന എല്ലാരും ഒന്ന് കേട്ടു. എന്നറിയോ? ഈ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ സൂറത്ത് ബഖറ 208. ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരൂ, പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരരുത്. എന്തിനാ അല്ലാഹ് അങ്ങനെ പറഞ്ഞു? സത്യവിശ്വാസികളോടാ പറയുന്നത്, പിശാചിനെ പിന്തുടരരുത്. സത്യവിശ്വാസിയായാലും അത് നടക്കുന്നതാണ് അല്ലാഹ് പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് സൂക്ഷിക്കുക, അവൻ അപകടകാരിയാണ്, ശത്രുവാണ്. ഇനി ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ചേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പാൽക്കാരി പെൺകുട്ടിയെ മരുമകളാക്കിയല്ലോ. ആക്കിയിരുന്നോ? ഒരു പാൽക്കാരി പെൺകുട്ടിയെ തന്റെ മകനെ ഖാസിമിനെ കൊണ്ട് കെട്ടിച്ചിരുന്നോ? 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഏക ആത്മീയ സാമ്രാജ്യത്തെ ഭരിച്ച ഖലീഫ ഉമർ. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി നടക്കവേ ഒരു ഉമ്മ പറയുകയാണ്, മോളെ പാലിൽ വെള്ളം ചേർക്ക്, മോളെ പാലിൽ വെള്ളം ചേർക്ക്, മോളെ. അതൊരു സാമൂഹിക വിപത്താണ്, അതൊരു സാമൂഹിക വിപത്താണ് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ ആവശ്യപ്പെടുന്നത്. അപ്പൊ ചെറിയ കുട്ടി പെൺകുട്ടി പറയാണെന്ത്? ഇല്ല ഉമ്മ, പാലിൽ വെള്ളം ചേർക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാലിൽ വെള്ളം ചേർക്കുന്നത് വഞ്ചനയാണ് എന്ന് ഉമ്മ. ആ സമയത്ത് ഉമ്മ ചോദിക്കുന്നു, മോളെ ആര് കാണാനാണ്? ഉമറില്ലല്ലോ മോളെ, ഇവിടെ ആരും നമ്മളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സ്വന്തം മകൾ പറയുന്നു, ഉമ്മ ആര് കണ്ടില്ലെങ്കിലും, ഉമറിന്റെ പട്ടാളം കണ്ടില്ലെങ്കിലും, ഉമറിന്റെ സൈന്യം കണ്ടില്ലെങ്കിലും എല്ലാം അറിയുന്ന ഇന്നഹു അലീമും ബിദാത്തി സുദൂർ ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ആ പതിസ്ഥാനത്തിരിക്കുന്ന എന്റെ നാഥൻ എന്നെ കാണുന്നുണ്ട്. കണ്ണിന്റെ കട്ടുനോട്ടത്തെ അറിയുന്ന, ഹൃദയത്തിന്റെ വികാരങ്ങളെ അറിയുന്ന എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഉമ്മ പാലിൽ ഞാൻ വെള്ളം ചേർക്കില്ല. ചെറ്റക്കുടിലെ കുട്ടിയത്. അടുത്ത വാചകം കേട്ടോ, ശ്രദ്ധിച്ചോ. ചെറ്റക്കുടിലെ കുട്ടിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. കഴിയോ ഒരു എംപിക്ക്, ഒരു എംഎൽഎക്ക്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ചെറ്റക്കുടിലെ പാൽക്കാരി പെൺകുട്ടിയെ സ്വീകരിക്കാൻ? കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടപ്പോ ഇവിടെ വരെ വസ്ത്രമുള്ള ആളുകളെ നബി സ്വപ്നം കണ്ടു. അതായത് കഴുത്തുനിന്ന് ഇവിടെ വരെ, പിന്നെ അര വരെ, പിന്നെ കാൽമുട്ട് വരെ, പിന്നെ നരിയാണി വരെ വസ്ത്രമുള്ള ആളുകളെ കണ്ടു. അപ്പോ നരിയാണി വരെ വസ്ത്രമുള്ള ആൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് ഇൽമാണ്, അറിവാണ്. ആ അറിവുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മകൾക്ക് ദീനുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ ചിന്തിച്ചെന്നറിയോ? അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കി? എന്താ ചിന്തിച്ചേ? പാൽക്കാരി പെൺകുട്ടിയെ എടുത്തപ്പോ എന്താ ചിന്തിച്ചേ? അതായത് പാലിൽ വെള്ളം ചേർക്കാത്ത ഒരു കുട്ടി ചാരിത്രത്തിൽ വെള്ളം ചേർക്കോ? ഭർത്താവിനെ പറ്റിച്ച് വേറൊരു പുരുഷന് ശരീരം കൊടുക്കോ? ഒരിക്കലും ഉണ്ടാവില്ല. ദീനുണ്ട്, ഓളെ മരുമകനാ. മോനെ നിനക്ക് ഞാൻ ദീനുള്ള ഒരു പെണ്ണിനെ, മോനെ ഉമർലാലും ചോദിച്ചത് ഇങ്ങനെയാണ്, മോനെ ആര് കണ്ടാലും ഇല്ലെങ്കിലും രഹസ്യത്തിലും പരസ്യത്തിലും റഹ്മാനായ റബ്ബിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ എന്റെ പൊന്നു മോനെ ഞാൻ നിനക്ക് മണവാട്ടിയാക്കി തരട്ടെയോ? അവൾക്കും നിനക്കും യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ് സ്വലഹം മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്. ഭാര്യയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാം, ബാപ്പാന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാം, മക്കൾക്കൊന്നിച്ച് സ്വർഗ്ഗത്തിൽ പോകാം. ഈ ചിന്ത നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ മോന് പെണ്ണിട്ടുമുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? സൂറത്ത് റഅദാണ് 13-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വചനം പുതിയത്. അടുത്തത് നല്ലോണം ചിന്തിക്കാനാണ്, നല്ലോണം ചിന്തിക്കാൻ വേണ്ടിയാട്ടോ.
അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം അതാ. ഇനി ഈ ഇരിക്കും നമ്മളൊക്കെ വിസ്റ്റമാണ്, സെൽഫികളാണ്, അല്ലേ? സൗത്ത് കർണാടക സെൽഫി മൂവ്മെന്റ് ആണ്, ഒക്കെയാണ്. പക്ഷെ ചോദിക്കുന്നത്, ഈ പൊരുൾ അറിഞ്ഞിട്ട് പെണ്ണെട്ടിയിട്ടുണ്ടോ? പരിശോധിച്ച് പെണ്ണെട്ടിയിട്ടുണ്ടോ? മാത്രമല്ല, ഈ ദീനുള്ള കുട്ടിയിലാണ് ഇത്. ഒരു കർഷകൻ, അത് മനസ്സിലായോ? കർഷകൻ, കൃഷിക്കാരൻ. ഈ കൃഷിക്കാരൻ വിത്തിറക്കുമ്പോ കർഷകൻ ആദ്യം നോക്കുന്ന ഈ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ നല്ല മണ്ണാണോ ഇത്? നല്ല കൃഷിയുടേതാ. അപ്പൊ ഒരു പെണ്ണ് കൃഷിയിടമാണ്, വെറും കൃഷിയിടമല്ല. അടുത്ത തലമുറയെ നിലനിർത്തേണ്ടവർ, ലോകത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടവർ, കുടുംബത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ടവർ, അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടവർ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുമ്പോ പെണ്ണ് നന്നാകണം, പുരുഷൻ നന്നാകണം, അവർക്ക് കുട്ടി ഉണ്ടാകണം, അല്ലേ? അവർക്ക് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവരാ പ്രവാചകന്മാര്. എന്താ പ്രാർത്ഥിക്കുക? കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. നമ്മളോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും പ്രാർത്ഥന മറന്നുപോയവരാ നമ്മള്. പിശാച് ഇടപെട്ടവരാ നമ്മൾ. തിങ്ക് ചെയ്യണ്ടോ? ചിന്തിക്കണ്ടോ? ആലോചിക്കണ്ടോ? നേരെ മറിച്ച് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, പടച്ചോനെ സാലിഹായ സന്താനത്തെ തരണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വേദനയോടെയാണ് റബ്ബേ എനിക്ക് കുട്ടിനെ തരണേ എന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ല. എനിക്ക് മക്കളെ വേണമെന്ന് ഒരു നബിയും പ്രാർത്ഥിച്ചിട്ടില്ല. സാലിഹായ മക്കളെ അല്ലാതെ എനിക്ക് കേവലം ഒരു കുട്ടിയെ വേണ്ട. 30-ാം അധ്യായം സൂറത്ത് സഫാത്ത് 100-ാമത്തെ വചനം, ലേ കാഫായ ഇൻ സ്വാദ് ദിക്ർ റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക. നോക്കൂ എത്ര പ്രാർത്ഥനകളാണ്. പടച്ചവനെ വലമ്മകും ബിദുആയിക റബ്ബി ശഖിയ, അല്ലാഹുവേ എന്റെ തലമുടി നിരബാധിച്ചിരിക്കുന്നു, എന്റെ എല്ലുകൾ ദുർബലമാണ്, എന്റെ ഭാര്യ വന്ധ്യയാണ്. പക്ഷേ വലമ്മകും ബിദുആയിക റബ്ബി ശഖിയ, നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ നിരാശനല്ല. തീർന്നില്ല, യരിസുനി വയരിസു മിൻ ആലി യാക്കൂബ് വജഅൽഹു റബ്ബി റളിയ. അല്ലാഹുവേ വരാനിരിക്കുന്ന എന്റെ കുടുംബത്തിലെ മക്കളും പേരമക്കളും അടുത്ത കുടുംബവും അവരൊക്കെ കേടുവരുമെന്ന് ഞാൻ വിചാരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എനിക്ക് നല്ലൊരു മോനെ തരണേ. അങ്ങനെ അള്ള പേര് വിളിച്ച യഹ്യാ നബിയെ കിട്ടിയത് എങ്ങനെയാണ്? ഹുനാലിക ജാ സക്കരിയാ റബ്ബഹു, റബ്ബിനോട്, ലോകത്തിന്റെ തമ്പുരാനോട്, പടച്ചവനോട്, കല്ലിനോടല്ല, മുള്ളിനോടല്ല, മറിഞ്ഞുപോയ ഔലിയാക്കളോടല്ല, ജിന്നിനോടല്ല, മലക്കുകളോടല്ല, റഹ്മാനായ റബ്ബിനോട് കുട്ടികൾക്ക് വേണ്ടി തേടിയ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം. എന്ത് പാഠമാണ് നമുക്ക് പകർന്നിരുന്നത്? ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഖുർആൻ ശരിക്കും അല്ല പറഞ്ഞ പോലെ വായിച്ചിട്ടുണ്ടോ? ഹക്ക തിലാവത്ത്, രാത്രി ഒറ്റക്കിരുന്ന് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒറ്റക്ക്, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കള് കാണാതെ, സുഹൃത്തുക്കള് കാണാതെ അള്ളാന്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ? അൽ ഖുർആൻ റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാണ് ഖുർആൻ. വായിച്ചിട്ടുണ്ടോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറൈതഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. വായിച്ചിട്ടുണ്ടോ? قل بفضل الله وبرحمته فبذلك فليفرحوا وخير مما يجمعون أفلا يتدبرون القرآن أم على قلوب أقفالها. 40-ാം അധ്യായം 24-ാമത്തെ വചനം, 17-ാം അധ്യായം 82-ാമത്തെ വചനം, 10-ാം അധ്യായം 58-ാമത്തെ വചനം, 59-ാം അധ്യായം 21-ാമത്തെ വചനം. വായിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അതിനനുസരിച്ച് ഖുർആൻ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ? എങ്കിൽ അവർ വിജയിക്കുന്നതാണ്. പക്ഷെ നമുക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഇനിയെങ്കിലും നമ്മളെ മക്കളെ പഠിപ്പിച്ചൂടെ? ഇവിടെ ഇരിക്കുന്ന ഏതൊരു യുവാവിനും ഏതൊരു യുവതിക്കും ഞാനിനി ഇങ്ങനെ കല്യാണം കഴിക്കൂ, അതാ ഫൗണ്ടേഷൻ, അതാ അടിത്തറ. അത് ക്ലിയർ ആക്കണം മക്കളെ. അത് ഏത് കാര്യത്തിലും അങ്ങനല്ലേ? ടയർ പഞ്ചറായ വണ്ടി മുന്നോട്ട് പോകോ? 4 ടയർ പഞ്ചറായ വണ്ടി മുന്നോട്ട് പോവോ? എന്തോ കെട്ടിടം തകർന്നാൽ, അല്ല ഫൗണ്ടേഷൻ തകർന്നാൽ കെട്ടിടം എത്ര മനോഹരമാണെങ്കിലും അത് നിലനിൽക്കോ? അപ്പൊ ബേസ് തൗഹീദാണ്, ഈമാനാണ്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ.
അല്ലാഹു പറയാണ് 6-ാം അധ്യായം സൂറത്ത് അൻആം 82-ാമത്തെ വചനം, ഈമാനിൽ ദുൽമ കലർന്നാൽ അവർക്ക് നിർഭയത്വമില്ല, അവർ ഭയപ്പെടണം. ഈമാനിലെ ദുൽമ എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ശിർക്ക് പാപമാണ് മോനെ, വൻ പാപമാണ്, അതിനേക്കാൾ വലിയൊരു പാപമില്ല മോനെ. 31-ാം അധ്യായം 13-ാമത്തെ വചനം. അപ്പൊ നമുക്ക് ഒരു കൃത്യമായ ഒരു ബൗണ്ടറി രൂപപ്പെട്ടു. എന്ത് തൗഹീദ് ഉണ്ടാവണം, അള്ളാനെ മനസ്സിലാക്കിയൊരു പെൺകുട്ടിയാവണം. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? പാൽക്കാരി പെൺകുട്ടിനെ പോലെ. ഇനി നല്ല ദീനുള്ള ഒരു പെണ്ണാണെങ്കിൽ ഭർത്താവ് ഗൾഫിലാ, ശരി, അങ്ങനെ ചിന്തിച്ചോ, ഭർത്താവ് ഗൾഫിലാ, ഏതെങ്കിലും ഒരു കാമുകനെ ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞ വാട്സപ്പിൽ മെസ്സേജ് വിടുവോ? അവള് വിടുവോ? അതെന്താ? എന്താത്? കാനിതാത്തുൻ, അടക്കമുള്ള പെണ്ണാണ്, ഒതുക്കമുള്ള പെണ്ണാണ്, റബ്ബിനെ സൂക്ഷിക്കുന്ന പെണ്ണാണ്, ഭർത്താവിന്റെ അഭാവത്തിൽ റബ്ബിനെ പേടിക്കുന്ന പെണ്ണാണ്. ചുറ്റും കറുത്ത് തമോമയമായി ഇരുമുറ്റുമിരപിനിൽ ഏകാകിയാണു ഞാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഭരണകാലഘട്ടം. ഒരു പെണ്ണ് വീട്ടിൽ ഒറ്റക്കാണ്, ഭർത്താവ് പട്ടാളത്തിലാണ്, ഒരൊറ്റ ആളും ആ വീട്ടിലില്ല, തന്നെ കാണാൻ ഒരാളില്ല, വാതിൽ തുറക്കുമ്പോ ശ്രദ്ധിക്കാൻ ഒരു വല്യമ്മല്ല, പരിസരത്തൊന്നും ആരുമില്ല. ആട്ടുകട്ടിലിരുന്ന് ആ സ്ത്രീ പാടുകയാണ്, പടച്ചോനെ കറുത്തര നല്ല തണുത്ത രാത്രിയാണ്, എല്ലുകൾ തുളച്ചു കയറുന്ന തണുപ്പാണ്, വികാരമുണ്ടാകുന്ന രാത്രിയാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, ഞാൻ നിന്നെ പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു പുരുഷനെ വിളിച്ചു വരുത്തി എന്റെ ലൈംഗിക ദാഹം തീർക്കുമായിരുന്നു നാഥാ, ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ടാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മോനുണ്ടായ കഥ ചരിത്രം പറയുന്നുണ്ട്. യൂസുഫ് നബി ആരാണ്? എന്ന് സുലേഖയോട് പറഞ്ഞ ആളാണ്. രാജകൊട്ടാരത്തിൽ ഒറ്റക്ക് കഴിയുമ്പോ മറ്റാരുമില്ലാത്ത ഘട്ടത്തിൽ, പാറാവുകാരില്ലാത്ത ഘട്ടത്തിൽ, ആ രാജ്ഞി മാത്രമുള്ള ഘട്ടത്തിൽ എന്ന് പറഞ്ഞ ആളാണ്. അതേ റജുലുൻ ദാതു ഇംറാത്തിൻ വമൻസിബിൻ ഇന്നി അഖാഫുല്ലാഹ്. കുലീനയായ ഒരു പെണ്ണ്, സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, അവൻ വിളിക്കുകയാണ്. എങ്ങോട്ട്? അവൾ വിളിക്കുന്നു ശരീരം പങ്കുവെക്കാൻ. ഇന്നി അഖാഫുല്ലാഹ്. റജുലുൻ ദാതു ഇംറാത്തിൻ വമൻസിബിൻ വജമാലിൻ. അതേ സുബത്തു യുദില്ലുഹുമുല്ലാഹു ദില്ല യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അർശിന്റെ തണൽ അത് കിട്ടുന്നത് ആർക്കാണ്? ഒരു പെണ്ണ് ക്ഷണിച്ചിട്ട് ഞാനില്ലെന്ന് പറയുന്ന പുരുഷനാണ്. എത്ര പേരതിലുണ്ട്? ഞാനും നിങ്ങളും അതിലുണ്ടോ? എങ്കിൽ വിജയിച്ചിരിക്കുന്നു. ഈ ഈമാനുള്ളവരെ കെട്ടിനോക്കി തോൽക്കില്ല, തോൽപ്പിക്കാൻ കഴിയില്ല. മഹാനായ ഇബ്രാഹിം നബി വീട്ടിൽ വരികയാണ്, ഇസ്മായിലിന്റെ വീട്ടിൽ വരികയാണ്. അപ്പൊ ഇസ്മായിൽ നബിയുടെ ആദ്യ ഭാര്യ അവിടെയുണ്ട്. പല പരാതികളും ഭർത്താവിനെ പറ്റി പറയുന്നു. എനിക്ക് ചെലവിന് തരുന്നില്ലെന്ന് പറയുന്നു, എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയുന്നു, ചെലവുകളൊക്കെ വളരെ പരിതാപകരമാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട ഇബ്രാഹിം നബി പറയുകയാണ്, മോളെ നിന്റെ മാപ്പിള ഇസ്മായിൽ വന്നാൽ പറയണേ മോളെ ഉമ്മറപ്പടി മാറ്റിവെക്കാൻ. വലിയ പാഠമാണതിൽ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോഴേക്ക് ഇബ്രാഹിം നബി പോയി. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഒപ്പ വന്നിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം വന്നിരുന്നു. അപ്പൊ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മറപ്പടി മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്മായിൽ നബി ചോദിച്ചു, ആ പറഞ്ഞതിന്റെ പൊരുള് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? നിന്നെ ഒഴിവാക്കാനാണ് പറഞ്ഞത്, നിന്നെ തലാക്ക് ചെല്ലാനാണ് പറഞ്ഞത്. തലാക്കില്ലേ? വീണ്ടും ഒരു കല്യാണം കഴിച്ചു ഇസ്മായിൽ അലൈഹിസ്സലാം. ഒരു നബിക്ക് ഇങ്ങനെ ഒരു ഭാര്യ പാടില്ല. അതാണ് ഇബ്രാഹിം നബി ചിന്തിച്ചത്. ഒന്നാലോചിക്കണേ. രണ്ടാമതും ഇസ്മായിൽ നബി കല്യാണം കഴിച്ചു. രണ്ടാമത്തെ തവണയും ഇബ്രാഹിം നബി വരുന്നുണ്ട്. ഇസ്മായിലിന്റെ അസാന്നിധ്യത്തിൽ മരുമോളെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് മോളെ ലൈഫ്? മോളെ നിന്റെ ലൈഫ് എങ്ങനെയുണ്ട്? ആ ചെറുപ്പക്കാരി പറയുന്നു, ബെറ്ററാണ്, ഖൈറാണ്, പുണ്യകരമാണ്, ആനന്ദകരമാണ്, കൺകുളിർമയാണ്. അപ്പം മരുമോളോട് ഇബ്രാഹിം നബി പറയുന്നു, മോളെ ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്താൻ പറ.
വലിയ പാടാ. അപ്പൊ പെണ്ണാരാകണം? പെണ്ണതൊക്കെ ആവണം. അല്ല കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവളാകണം. അവരുടെ ഒരു വിരൽ തുമ്പ് പോലും ഒരു അന്യ പുരുഷന് തൊടാതിരിക്കാൻ അവൾ കെയർഫുൾ ആയിരിക്കണം. സൂറത്ത് നിസാ 34-ാമത്തെ വചനമാണ്. അതാകണം ഒരു പെണ്ണും ഒരാണും അതാകണം. അതേ ജീവിതത്തിൽ പടച്ചോനെ പേടിക്കുന്നവരാകണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 8-ാം അധ്യായം 2-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്തറിയോ? ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹുവിനെ പേടിച്ച് നടുങ്ങുന്ന ഹൃദയത്തിന്റെ ഉടമയായിരിക്കും. ശരിക്കും നമ്മൾ അങ്ങനെ പരിശോധിച്ചിട്ട് മകളെ കെട്ടിച്ചു നോക്കുങ്ങൾ, ഒരിക്കലും ആ മകളുടെ കണ്ണീര് നമുക്ക് കാണേണ്ടി വരില്ല. ആ മകളുടെ കണ്ണീര് ഒരിക്കൽ പോലും നമുക്ക് കാണേണ്ടി വരില്ല. ലോകത്തിന് മുഴുവനും അസൂയാവഹമായ ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇതാണ് ആദ്യ ഭാഗം. ഇതെല്ലാം നിങ്ങളെ മനസ്സിലുണ്ടാവും. ഒരു അപേക്ഷ എനിക്കുണ്ട്, ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് കേൾക്കണം. നിങ്ങൾ ഓരോരുത്തരും കാറിൽ പോകുമ്പോ കാറിലിട്ട് കേൾക്കുക, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുക, ഓഫീസിൽ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഗൗരവമായ വിഷയമായിട്ട് ബോധ്യപ്പെടും. സാധാരണ ഒരു വിഷയമായിട്ട് നിങ്ങൾ തള്ളണ്ട. ഇതാണ് ശരിക്കും അള്ള ദീനിൽ പഠിപ്പിച്ചത്. ഇതാണ് ഈ വീക്ഷണമാകണം വിവാഹ രംഗത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇനി നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് മക്കൾ ഉണ്ടാവുക എന്നല്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. അതൊരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗർഭപാത്രത്തിൽ 3 മാസം ആവുമ്പോൾ കുട്ടിക്ക് കേൾവി വരും. ഈ പോയിന്റ് വളരെ ഗൗരവമായിട്ട് മോഡേൺ സയൻസ് പറയുന്നത് 3 മാസം, അതായത് ഭാര്യ ഗർഭിണിയായി 3 മാസമായി, 3 മാസം പൂർത്തിയാകുമ്പോ ഈ കുട്ടിക്ക് കേൾവി ഉണ്ടാവും. ഗർഭപാത്രത്തിൽ കേൾവി ഉണ്ടാവും. കാഴ്ച പിന്നെ വേണ്ടുള്ളൂ. കാഴ്ച അവിടുന്ന് ആവശ്യമല്ല, കേൾവി അവിടെ ആവശ്യമുണ്ട്. കേട്ടു 3 മാസം ആവുമ്പോ കുട്ടി കേൾക്കുമെങ്കിൽ ബാക്കിയുള്ള കാലയളവില്ലേ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കാലയളവ്, ആ കാലയളവ് അത്രയും ഉപ്പാനോട് സംസാരിക്കുന്നത് കുട്ടി കേൾക്കുന്നുണ്ട്. ഉപ്പ ഉമ്മാനെ ചീത്ത വിളിക്കുകയാണെ അത് ആര് കേൾക്കുന്നുണ്ട്? ഈ ഗർഭപാത്രത്തിലെ കുട്ടി കേൾക്കുന്നുണ്ട്. ഉമ്മ സിനിമ കാണുകയാണെങ്കിലോ, ഇനി ബാപ്പല്ലാത്ത ഉമ്മ മറ്റൊരാൾ കൊഞ്ചിയാണെങ്കിലോ, എന്റെ അമ്മക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് കുട്ടി എവിടെ നിന്ന് അറിയുന്നുണ്ട്? കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് അറിയുന്നുണ്ട് എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. അപ്പൊ എത്ര കെയർഫുൾ ആകണം അല്ലേ, എത്ര കെയർഫുൾ ആകണം. ഈ ഗർഭം നേരെ മറിച്ച് നിങ്ങളുടെ വീട് ഖുർആനോത്തിന്റെ വീടാണെങ്കിലോ, അല്ലാഹ് പറഞ്ഞ പോലെ ഈ ആയത്ത് ഭയങ്കര കൗതുകമുള്ള ആയത്താ. നമ്മളൊക്കെ വീട്ടിലേക്ക് പോവുമല്ലോ, നമ്മുടെ വീട്, അതിനെപ്പറ്റി അല്ലാഹ് പറയുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് ഖുർആനും ഹദീസുമാണ് പാരായണം ചെയ്യപ്പെടേണ്ടത്. നിന്റെ വീട്ടിൽ വായിക്കപ്പെടേണ്ടത് ഇംഗ്ലീഷ് പുസ്തകമല്ല, നിന്റെ വീട്ടിൽ വായിക്കപ്പെടേണ്ടത് വെറും മാത്സ് അല്ല. നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ടത്, പക്ഷെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് എന്താ? A² AB+B² മാത്തമാറ്റിക്സ്, പിന്നെ ഇംഗ്ലീഷ്. സത്യം ചിന്തിക്കും. പിന്നെയോ ഏറ്റവും കൂടുതൽ ലിബറലുകൾ ഇറക്കിയ സിലബസ് അനുസരിച്ചുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി പഠിപ്പിക്കുന്ന ബുക്ക്. അല്ലാഹ് ഖുർആനിൽ പറയുന്നതോ, നീ മുസൽമാനാണോ നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടേണ്ടത് ഖുർആൻ. അതിന്റെ കുറവ് ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചോട്ടെ, കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനാണോ നിങ്ങൾ താല്പര്യം, ദീന് കൊടുക്കാനാണോ? പറഞ്ഞോളൂ, നിങ്ങളെല്ലാം ചിന്തിച്ചോളൂ. ഞാൻ ചോദിക്കും, മദ്രസ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ വെച്ച ഒരു രക്ഷിതാവ് കൈവന്തിക്കും. ട്യൂഷൻ മദ്രസയിലും പഠിക്കുന്നുണ്ട്, അതേ വിഷയം ട്യൂഷൻ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ ബാപ്പ കൈവന്തിച്ചേ, ഒരൊറ്റ മുസൽമാനായ ബാപ്പ കൈവന്തിച്ചേ? ഇല്ലല്ലേ? അതെന്നെ പരാജയം. മനസ്സിലായോ? പോയിന്റ് എന്താന്ന് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മുജാഹിദ് വാൽച്ചേനെ ഈ വിഷയം അവതരിപ്പിക്കാൻ വിളിക്കണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ഗൗരവമായി കണ്ടു. ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. 50 ലക്ഷം റുപ്യ മുടക്കിയിട്ട് മോനെ ഡോക്ടറാക്കി, 10-40 ലക്ഷം റുപ്യ മുടക്കിയിട്ട് മോനെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കി, പലതും ആക്കി. 3-ാമത്തെ മകൻ അത്രയൊന്നും പഠിക്കൂല, ഓനെ അറബി കോളേജ് കൊണ്ടാക്കി. ബാപ്പേ സെൽഫി തന്നെ കൊണ്ടാക്കി. അവസാനം ബാപ്പ മരിച്ചു. 50 ലക്ഷം റുപ്യ മുടക്കി ഡോക്ടറാക്കിയ മകന് ബാപ്പാന്റെ മയ്യത്ത് സ്കരിക്കാൻ അറിഞ്ഞൂടാ. ചിന്തിക്കണേ.
45 ലക്ഷം രൂപ മുടക്കി എഞ്ചിനീയർ ആയ മോനെ ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞൂടാ. കാരണം തെക്ബീറാണ്, 4 തെക്ബീർ ഉണ്ടോ അതും അറിയില്ല, സുജൂദിൽതാണോ റുക്കുണ്ടാണോ ഒന്നും അറിയില്ല. നേരെ മറിച്ചോ തലച്ചോറ് എന്താന്ന് ഓൻ അറിയാം, സെറിബൽ എന്താന്ന് ഓൻ അറിയാം, പാൻക്രിയാസ് എന്താന്ന് ഓൻ അറിയാം. ഓൻ സയൻസ് പഠിച്ചോനാ, ഡോക്ടറാ, MBBS. പക്ഷെ അറബി കോളേജിൽ ഒരു ചെലവില്ലാതെ പഠിപ്പിച്ച മോനെ കാത്തിക്കാണ് ആര് 50 ലക്ഷം മുടക്കി ഡോക്ടറായ എക്കാക്ക, 35 ലക്ഷം മുടക്കി എഞ്ചിനീയറായ എക്കാക്ക കാത്തിക്കാണ്. വെറും 35,000 പോലും മുടക്കിയിട്ടില്ലാത്ത മകനെ. അപ്പൊ ഈ ബാപ്പാക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട മകൻ ആരാ പറ? അവനെ ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം എന്താ? മറ്റേ കാക്ക സയൻസ് ബുക്കിൽ പഠിച്ച ഇത്ര വലുപ്പത്തിലുള്ള ഇംഗ്ലീഷ് കോട്ടല്ല അവൻ പഠിച്ചത്. അവൻ അറബി കോളേജിൽ പഠിച്ചിട്ട് ബാപ്പാക്ക് വേണ്ടി ഞാൻ എന്താ ചെല്ലുന്നതെന്ന് അവൻ അറിഞ്ഞത് കൊണ്ട് തന്നെ അവനെ കരഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തെ കുറിച്ച്? എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന എന്താ പറയുന്നത്? ഇതാ മാതൽ ഇൻസാനു ഇൻകതാമലു ഇല്ലാ മിൻ സലാസിൻ. നോക്കൂ നിങ്ങൾ, 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകുന്നതാണ് ഒരാൾ മരിക്കുമ്പോ. അതിലേതാണ്? ഔ ഇൽമു യുൻതഫഉ ബിഹി ഔ വലദു സാലിഹുൻ യദഉ ലഹു ഔ സദഖത്തിൻ ജാരിയ. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. സാലിഹായ കുട്ടി എന്ന് പറയുന്നത്, ഡോക്ടറായ കുട്ടി എന്നല്ല. ഡോക്ടറായ കുട്ടിക്ക് സാലിഹാകാം, പക്ഷെ പലപ്പോഴും ഡോക്ടറാകാൻ പഠിക്കുമ്പോൾ സാലിഹാകാൻ പറ്റാതെ പോകും. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് കഞ്ചാവ് അടിക്കുന്നത് ആരാ? ഡോക്ടർമാരാണ്. ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവും കള്ളും കുടിക്കുന്നത്, ആണും പെണ്ണും. ലോകത്തിന്റെ ഒരു പോക്കാണ്, ലോകത്തിന്റെ പോക്ക് അങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും മനസ്സിലാക്കിക്കോ, ദീന് പഠിപ്പിച്ചോ, ദീനിനനുസരിച്ച് ജീവിച്ചോ, എങ്കിൽ കുടുംബം നന്നാവും. അപ്പൊ മക്കളെ നല്ല നിലക്ക്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചാലാ? വജ്നബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. 14-ാം അധ്യായം 35. അത് പറയുമ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാൻ ശ്രദ്ധിച്ചോളിട്ടോ. ഇബ്രാഹിം നബിന്റെ ദുആ എന്താ? പടച്ചോനെ, എന്റെ മക്കളെയും എന്റെ സന്താനങ്ങളെയും ബിംബാരാധനയുടെ കൂട്ടത്തിൽ നീ പെടുത്തരുതേ റബ്ബേ. ജാഗ്രതയാണ് ശിർക്ക് വരാതിരിക്കാൻ. നമ്മുടെ ഉസ്താദുമാരെ കുട്ടികളോട് പറയുന്നത് എന്താണ്? മൊയ്തീൻ ഷെയ്ഖ് അള്ളാനെ വിളിച്ചിട്ടില്ലെങ്കിലും മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. CM ഊരിനെ വിളിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഇബ്രാഹിം നബി മടിയിലിട്ട് പഠിപ്പിച്ചെന്താ? അള്ളാനെ മാത്രമേ വിളിക്കാവൂ. ഈ വ്യത്യാസം ശരിക്കും പഠിച്ചേ പറ്റൂ. മാത്രമല്ല അദ്ദേഹം അള്ളാനോട് പറയുന്ന, പഠിച്ചവനെ, എന്റെ മകനെ ഇന്ദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധ കാബത്തിന്റെ അടുത്ത് എന്റെ മോനെ കൊണ്ടാക്കി. നമ്മൾ പറയല്ലോ ഞാനോനെ ബാംഗ്ലൂരാക്കി, ഞാനോനെ. എല്ലാവർക്കും ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഒരു പുതിയ പ്രവണത തുടങ്ങി. എല്ലാവരും ലണ്ടനിലേക്ക്, കാനഡയിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ. മക്കൾ ബാംഗ്ലൂരാണ്, ബോംബെയിലാണ്, കൽക്കട്ടയിലാണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ. പക്ഷേ കണ്ണിന്റെ മുമ്പ് കുട്ടി പോയാൽ അവിടെ എന്താ ആവണത്? പിന്നെ ഇങ്ങോട്ട് പോരുന്നില്ല. ഓൻ അച്ഛനെ വേണ്ട, അമ്മനെ വേണ്ട, കുടുംബത്തെ വേണ്ട, മാതാപിതാക്കളെ വേണ്ട, ആരെയും വേണ്ട. നേരെ മറിച്ച് സഹോദര ആലോചിക്ക്. ഇബ്രാഹിം നബി പറയാണ്, കഅബാലയത്തിന്റെ അടുത്താണ് ഞാൻ എന്റെ മോനെ ആക്കിയത്. എന്തിനാ റബ്ബേ? ലിയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. സൂറത്ത് ബഖറയിലെ 132 എന്താ അറിയുന്നത്? ഇബ്രാഹിം നബി മക്കളെ വിളിച്ചു. നമ്മൾ വിളിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇബ്രാഹിം നബി വിളിച്ച പോലെ വിളിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി മക്കളെ തൊട്ടടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇവിടെ ലിബറലിസം ഉണ്ട്, ഇവിടെ ഭൗതികവാദം ഉണ്ട്, നിരീശ്വരത്തുണ്ട്. മോനെ, ഇസ്ലാമിനോളം ബെറ്ററായ വേറൊന്നുമില്ല മോനെ. അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുവോ എന്നാണ് സൂറത്ത് ബഖറയിലെ 132ാമത്തെ ചോദ്യം. മഹാനായ അയ്യൂബ് നബി, യാക്കൂബ് നബിയുടെ ചോദ്യം എന്താ അറിയോ? അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്. യാക്കൂബ് നബിക്ക് മരണമാസന്നമായപ്പോ മക്കളെ മുഴുവനും വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ, എന്റെ കാലശേഷം മിൻബാദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് മക്കളെ ആരാധിക്കുക? നമ്മുടെ നാട്ടിലെ മുതലാളിമാർ മരിക്കുമ്പോൾ എന്താ ചോദിക്കും? മോനെ, 8 റെസ്റ്റോറന്റ് ഉണ്ട്, 9 ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഇത് നിങ്ങൾ ആരാ നോക്കുക? പക്ഷേ സൂറത്ത് ബഖറ 133 ഒരു ബാപ്പ ചോദിക്കുന്ന, മക്കളെ, തൗഹീദ് എന്ന് വ്യതിചലിച്ചു പോവോ? ഇതാണ് ചോദ്യം. ഇതാ ചോദ്യം. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖുർആൻ ഒന്നുകൂടി പുതുതായിട്ട് വായിക്കണോന്ന്? ഖുർആൻ ഒന്നുകൂടി നമ്മളെല്ലാരും പറയും ലുഖ്മാനുൽ ഹക്കീം. കേട്ടിട്ടുണ്ടോ ആ പേര്? ആ പേര് കേട്ടോടുക്കുന്ന കൈബന്ധിക്ക്. പേര് കേട്ട എല്ലാരും ഒന്ന് കൈബന്ധിക്ക്. ലുഖ്മാനുൽ ഹക്കീം. അദ്ദേഹം എന്തോ ഒരു ഉപദേശം നടത്തിയതായിട്ട് ഖുർആനിലുണ്ടല്ലേ? എവിടെ ഉള്ളത്? ഒന്ന് പറഞ്ഞാട്ടെ, സദസ്സിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, എവിടെ ഉള്ളത്? സൂറത്ത് ലുഖ്മാൻ, അധ്യായം 31. മാഷാ അല്ലാഹ്. എത്ര മുതലാണ് ആ ഉപദേശം വരുന്നത്? 13 മുതൽ അല്ലേ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇത് വായിക്കാത്ത ആരുമില്ല, സത്യമാണോ? ഇനി നമ്മളൊന്ന് ചിന്തിക്കണം.
10 വയസ്സ് താഴെയുള്ള മക്കളെ വേണം പഠിപ്പിക്കാൻ. നമ്മൾ 3 വയസ്സിൽ അൽഫിത്തർ തുടങ്ങുന്ന അതുകൊണ്ടാണ്. കാരണം അവനാ ഏതുപോലെ ആയിരിക്കും, എല്ലാരും ഒന്നും കൂടെ നോക്കിയേ സ്റ്റേജിലേക്ക്, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ചെറിയ കുട്ടികൾ. അതുകൊണ്ടാ റസൂൽ എന്ത് പറഞ്ഞത്, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം ശുദ്ധ പ്രകൃതിയിലാണ്. ഈ വെള്ളക്കടലാസ് പോലെയുള്ള അവന്റെ ഹൃദയത്തിൽ ബാപ്പയും ഉമ്മയുമാണ് ശിർക്ക് എഴുതുന്നത്, കുഫ്ർ എഴുതുന്നത്, മൊബൈൽ എഴുതുന്നത്, അതുപോലെ യൂട്യൂബ് പഠിപ്പിക്കുന്നത്. അവനെ എല്ലാ വൃത്തികേടും പഠിപ്പിക്കുന്നതിൽ ഉമ്മാക്കൊരു പങ്കുണ്ട്, ഉപ്പാക്കൊരു പങ്കുണ്ട്. ആരാത് പറയണത്? കള്ളം പറയാത്ത റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്യാപകനാണ് നല്ല റസൂൽ ആദ്യം പറഞ്ഞു, കൂട്ടുകാരാണ് നല്ല പറഞ്ഞു, അവനെ പെറ്റ ഉമ്മയും അവന്റെ ഉപ്പാക്കും അതിൽ പങ്കുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടോ, 10 വയസ്സ് താഴെയുള്ള ഒരു മകനെ നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോകും, ഉസ്താദെ ഇവനങ്ങളൊന്നും ഉപദേശിക്കണം. അത് വലിയ കുറവാട്ട്. അത് ശരിക്കൊരു നല്ല പിതാവിന് അതിന്റെ ആവശ്യം വരില്ല, അയാൾ തന്നെ മതിയാവും. പക്ഷെ അയാൾ മതിയാകാത്ത എന്തുകൊണ്ടാണ്? തമ്മിൽ ജീവിച്ച ജീവിതത്തിൽ എവിടെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിപ്പോയിട്ടുണ്ട് അല്ലേ? ഈ ലുക്മാനുൽ ഹക്കീം ഒരു ഉപദേശിയായിട്ട് കൗൺസിൽ ചെയ്യുന്ന ഒരാളായിട്ട് വേറൊരു ബാപ്പ കൊണ്ടുവന്നാണോ ഈ മോനെ? ആണോ? മനസ്സിലായില്ലേ? ലുക്മാനുൽ ഹക്കീമിന്റെ മോനോട് ഇന്നല്ലേ ഇത് പറഞ്ഞ്? നാട്ടുകാരെ മോനോടാ? അല്ല. ഏതെങ്കിലും ഒരു ബാപ്പ ലുക്മാന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഉപദേശിച്ചതാ? അല്ല. ഇനി ഞാൻ ചോദിക്കാം, നമ്മളൊക്കെ വാപ്പാരല്ലേ? നമ്മളൊക്കെ വാപ്പാരല്ലേ? ആണ്. നമ്മുടെ മകനെ ഉപദേശിച്ച നമ്മുടെ മകൻ നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുവോ? ഇരിക്കാൻ സന്നദ്ധനാവോ? നമ്മുടെ അടുത്ത് ഇരിക്കാൻ സന്നദ്ധനാക്ക എന്തുകൊണ്ടാ? അവന്റെ അടുത്ത് നമ്മൾ 10 മിനിറ്റ് ഇരുന്നിട്ടില്ല. നമ്മൾ എന്താ പറയുന്നത്? മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നിട്ടോ മക്കൾ ഉറങ്ങിയിട്ടാ നമ്മൾ എത്തുന്നത്. മക്കൾ ഉണരുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ടുമുണ്ട്. മക്കളെ കണ്ടിരുന്നോ? ഒരാഴ്ചയായിട്ട് ഒരേ വീട്ടിൽ ബാപ്പ ഉറങ്ങുന്നുണ്ട്, മോൾ ഉറങ്ങുന്നുണ്ട്, മകൻ ഉറങ്ങുന്നുണ്ട്. പക്ഷെ ബാപ്പ ഒരാഴ്ചയായിട്ട് മിണ്ടിയിട്ടില്ല. ദേഷ്യം കൊണ്ടല്ല, പിണക്കം കൊണ്ടല്ല, ഭൗതിക ലോകത്തെ തിരക്ക് കൊണ്ടാണ്. അല്ലേ? ആണ്. എന്നാൽ ലുക്മാനുൽ ഹക്കീം സ്വന്തം മോനെ തൊട്ടടുത്തിരുത്തുന്നു, മോനെ ശിർക്ക് ചെയ്യല്ലേ മോനെ. ഒന്നാമത്തെ കാര്യം അതാണ്. ഇന്ന ശിർക ലദുൽമുൻ നദീം. മോനെ ശിർക്ക് ചെയ്യരുത്, ഏറ്റവും വലിയ ദുൽമാണ്. പഠിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം ബാപ്പ മോനെ പഠിപ്പിക്കുകയാണ്. മകൻ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. വിളിക്കുന്നത് എങ്ങനെയാ? എന്റെ പൊന്നു കുട്ടിയല്ലേ, എന്റെ ചങ്കല്ലടാ നീ. നമ്മളോ പണ്ടാരടങ്ങാൻ, ദജ്ജാലി, ദുഷ്ടൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ, നിന്നെ കിട്ടിയതിന് ശേഷം ഈ വീട്ടിൽ ബർക്കത്ത് ഉണ്ടായിട്ടില്ല, മലാലി, ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഈ കുട്ടി നന്നാവോ? നമുക്ക് 2 മാതൃക ഉണ്ട്. ബാപ്പാനെ ഉപദേശിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം? യാ ബതി യാ ബതി യാ ബതി ഇന്നി അഖാഫു അലൈക്കും അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ വതകൂന ലിശൈതാനി വലിയ. 19-ാം അധ്യായം 45. എന്റെ ഉപ്പ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിനെ ഞാൻ പേടിക്കുന്നു ഉപ്പ. സ്നേഹമാണ്. ഇവിടെയോ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. നോക്കൂ, അവിടെ പറയുന്നത് ശിർക്ക് വരരുത് മോനെ. രണ്ടാമത്തെ അള്ളാഹ് അവിടെ മാതാപിതാക്കളുടെ ഗൗരവം പറയുന്നു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തറത്ത് കൊണ്ട് കഞ്ചാവടിച്ച മകൻ, മലയാളികൾ മുഴുവനും ഞെട്ടിപ്പോയ വാർത്ത. ആ മകന് വേണ്ടി മഹർ വരെ ആ ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. إما يبلون عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما واخفض لهما جناح الذل من الرحمة. 23-ാം അധ്യായം 23-ാം അധ്യായം 17-ാം അധ്യായം 23-24 വചനത്തിലെത്തിയാൽ ചേന്ന് പറയുന്നു. ഇന്നലെ രാത്രി എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹിന്ദു സഹോദരൻ കിണറിൽ ചാടി മരിച്ചു. ഒരച്ഛൻ കിണറിൽ ചാടി മരിച്ചു. അയാളുടെ ഭാര്യ മരിച്ചു. 2 കുട്ടികളാണല്ലോ, ഒരു പെണ്ണും ഒരാണും. അച്ഛനോട് സ്നേഹമായിട്ടല്ല, അച്ഛനെ നോക്കാൻ സമയം. ഭാര്യ ഉണ്ടാവുമ്പോ ഒരു പ്രശ്നമില്ല, ഭാര്യ വലിയൊരു തണല. എത്ര പ്രായം ചെന്നാലും ഭാര്യ അവിടെ ഉണ്ടായാൽ മതി. എടീന്ന് പറഞ്ഞ അവിടെ പോയിരിക്കാൻ കഴിഞ്ഞാൽ മതി. ആ സ്നേഹം ഒരിക്കലും മറക്കില്ല. കാരണം എന്താ? لتسكنوا إليها وجعل بينكم مودة ورحمة. مودة ورحمة إن في ذلك لآيات لقوم يتفكرون.
കാരുണ്യം. ഭാര്യയും ഭർത്താവുണ്ട്, സുഖ, മക്കൾ വേണമെന്നില്ല. ഭാര്യയുടെ പോയാലേ ഭർത്താവ് പാതി മരിക്കും, ഭർത്താവ് മരിച്ച ഭാര്യ പാതി മരിക്കും. എന്നിട്ട് അയാള് മക്കൾ നോക്കുന്നില്ല എന്ന് തോന്നി. അത് മാത്രല്ല, അയാളുടെ മകള് ഗൾഫിൽ നിന്ന് വന്നതാണ്, അവള് വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ അയാള് കരുതി കാണും, എന്ത് ആരും എന്റെ അടുത്തേക്ക് വരില്ല. പെൺകുട്ടിക്കാണ് കാരുണ്യം കൂടുക, അവരിടക്കിടക്ക് പോയി നോക്കും. ആൺകുട്ടികളെ ഇനി കിട്ടൂല, കരുണല്ലായിട്ടല്ല, നമുക്ക് നേരല്ല. അതുകൊണ്ട് അയാള് കിണറിൽ ചാടി മരിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ, ഇന്നലെ രാത്രി മരിച്ച അയാൾ ഇന്ന് രാവിലെ കിടക്കണത് എങ്ങനെ അറിയോ? ഇങ്ങനെ വളഞ്ഞിട്ട് ആ മനുഷ്യന്റെ ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മാതാപിതാക്കളാരാ, അവരോട് ചേ എന്ന് പറയരുത്. ആരാണ് ഉവൈസുൽ ഖർനി? റസൂലുള്ളാഹി പറയാണ്, ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം, പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടണം. എവിടെയാണ് ഉവൈസുൽ ഖർനി? അയിന ഉവൈസുൽ ഖർനി? നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ ഖർനി ഉണ്ടോ? ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഉവൈസുൽ ഖർനി. ഉമർ ഖത്താബ് പറഞ്ഞു, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. കാരണം എന്താ? ഉവൈസുൽ ഖർനി ഉമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഖിദ്മത്ത് എടുത്ത മോനാണ്, ഉമ്മയെ സ്നേഹിച്ച മോനാണ്. അബ്ദുല്ലാഹ് മുബാറക് ഉമ്മാന്റെ കാല് തടവി കൊടുത്ത മോനാണ്, ഉമ്മാനോർത്ത് കരഞ്ഞ മോനാണ്, ഉമ്മ മരിച്ചിട്ടും ദീർഘമായി കരഞ്ഞ ആളാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, സിനിമ വിട്ടതാ? അപ്പൊ ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത മോനാണ്. അപ്പൊ ഉമ്മാരാണ് ഉപ്പാരാണ് ആലോചിക്കണം. അത്ര വലിയ പ്രാധാന്യം ഓർക്കണം. നമ്മുടേത് വൈക്കം മുഹമ്മദ് ബഷീർ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സാഹിത്യ സമ്രാട്ടായ വൈക്കം മുഹമ്മദ് ബഷീർ അതേ നാട് വിട്ടുപോയി. അപ്പൊ അന്ന് രാത്രി ഉമ്മ പൊരുത്തക്കെടല്ല, കുട്ടികള് മകൻ വന്നോളും എന്ന് കരുതി ചോറ് വെച്ചു മകന് വേണ്ടി. അന്ന് രാത്രി ഉമ്മ കാത്തിരുന്നു, നേരം പുലരുന്നവരെ മകൻ വന്നില്ല. പിറ്റേന്നും ചോറ് വെച്ചു, കാത്തിരുന്നു, മകൻ വന്നില്ല. നേരം വെളുക്കുന്നവരെ ഉമ്മ കാത്തിരിക്കുക. അങ്ങനെ അതാ ഒരു ദിവസം ഇശാ നിസ്കരിക്കുമ്പോ വൈക്കം മുഹമ്മദ് ബഷീർ കയറി വരികയാണ്. ഇശാ നമസ്കരിക്കുമ്പോ ഉമ്മ സലാം വീട്ടിയ ഉടനെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കണുണ്ട്, ചോറ് തരണം. അപ്പൊ ഉമ്മ വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറയാണ്, എടാ നിനക്കുള്ള ചോറ് അതാ അവിടെ വെച്ച് വിളമ്പി വെച്ചിരിക്കുന്നു ആ പാത്രത്തിൽ. അപ്പൊ കൗതുകത്തോടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളെ വിട്ടു പോയിട്ട് 9 കൊല്ലായി, 9 കൊല്ലം. ഈ 9 കൊല്ലവും ഞാൻ വരുന്നു, ഞാൻ ചുമ്മാ നിങ്ങൾ ചോറ് വെച്ചോ. ആ മോനെ അതാട്ടോ ഉമ്മ, ഉമ്മാക്ക് വേണ്ടി 10 ദിവസം കാത്തുക്കുവോ? തള്ള വേണേ തിന്നോട്ടെ അറിയും, തള്ള വേണേ തിന്നോട്ടെ ഉമ്മ. അല്ലേ ഉമ്മാന്റെ ഒരു പ്രത്യേകത എന്താ? ഉമ്മതൻ വാത്സല്യം അമൃതായി, ഉപ്പാന്റെ സ്നേഹം കുളിരായി. ഉപ്പാന്റെ സ്നേഹം ഒരു കുളിരാണ്, ഉപ്പൊരു കരുതലാണ്. അല്ലേ ശരിക്കും എന്ത് ചോക്ക്? ഉപ്പയാണ് ഈ മകന്റെ എല്ലാം. ഒരു വേദനയും ഭാര്യയോട് പറഞ്ഞിട്ടില്ല, കുടുംബത്തോട് പറഞ്ഞിട്ടില്ല. എല്ലാ ഭാരവും ചുമന്നവനാണ് ഭർത്താവ്. അതേപോലെ ഭാര്യയും ഭർത്താവ് ആകണ്ട എങ്ങനെ അറിയോ? ആയിഷ ബീവി ലോകത്തോട് വിട പറയുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ആയിഷ ബീവി പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ് എന്ന കാര്യമാണ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി, ഞാനാണ്. ഈ ലിയോ ടോൾസ്റ്റോയ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കേട്ടിട്ടില്ലേ? ലിയോ ടോൾസ്റ്റോയ് ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനാണ്. അന്നാ കരീന എഴുതിയ യുദ്ധവും സമാധാനം എഴുതിയ, അല്ലേ? അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും എന്ന് എഴുതിയ ഈ നോവലുകളൊക്കെ എഴുതിയ ഈ ടോൾസ്റ്റോയ്, ലിയോ ടോൾസ്റ്റോയ് ഭാര്യയായിട്ട് എന്നും തെറ്റലായി. നല്ല ദാമ്പത്യ ജീവിതം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ 80-ാമത്തെയോ 82-ാമത്തെയോ വയസ്സിൽ അദ്ദേഹം ഭാര്യയായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ഈ വാർദ്ധക്യത്തിലും ജീവിക്കാൻ നീ സ്വൈര്യം തരില്ല, അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ കൂടെ ജീവിക്കൂല. അങ്ങനെ അദ്ദേഹം നടന്നു, 80-82 കിലോമീറ്റർ നടന്നു വന്ന അദ്ദേഹം വേദനയോടെ നടന്നു. ജീവിതത്തിൽ ഒരുപാട് നല്ലത് എഴുതിയ ആളാണ്, പക്ഷെ ഒരു നല്ല ദാമ്പത്യ ജീവിതം കിട്ടിയില്ല. നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു. അന്ന് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിച്ചു വീണു. മഞ്ഞു മൂടിപ്പോയി അദ്ദേഹത്തിന്റെ ശരീരം. പിറ്റേന്ന് റെയിൽവേ സ്റ്റേഷൻ തൂത്തുവാരുന്ന തൂപ്പുകാരൻ മഞ്ഞ് മാന്തി നോക്കുമ്പോൾ ലിയോ ടോൾസ്റ്റോയ് ആണ്. ലോകം കണ്ട ലിയോ ടോൾസ്റ്റോയ് മരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമായിട്ടാണ്. പക്ഷെ 11 ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് ലോക ഗുരുവിനെ അവർക്കാർക്കും വെറുക്കേണ്ടി വന്നില്ല. ആയിഷ ബീവി പറയുന്നത്, അറാഖിന്റെ കൊള്ളി വായിലിട്ട ഉമിനീർ, എന്റെ വായിലെ ഉമിനീരും മുഹമ്മദ് നബിയുടെ വായിലെ ഉമിനീരും ഒന്ന് ചേർന്നുകൊണ്ടാണ് മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞത്. എത്ര വലിയ കാര്യല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്.
ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. ലോകഗുരു അങ്ങനെ ജീവിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഭാര്യമാരോട് അനാവശ്യം പറഞ്ഞില്ല, ഒരു ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞില്ല, ഒരു ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞില്ല ജീവിതത്തിൽ. ഞാൻ എന്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം മാത്രം പറയാം. ഒരു ദിവസം ഞാൻ അടുത്ത് ഒരു വലിയ മുടി, സ്ത്രീകളുടെ മുടി, അതിങ്ങനെ ചോർന്ന് നമ്മളിങ്ങനെ പൊക്കിയിട്ട് പാഞ്ചാലിന്റെ സാരി പോലെ അത് തീരുന്നില്ല. അപ്പൊ മനസ്സിലായോ? പാഞ്ചാലിന്റെ അതിനെ വലിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഭാര്യ ഉണ്ടാവും, തോനെ മുടിയുണ്ട്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അവളോട് കൊണ്ടുപോയി ചോദിച്ചതാ, ഇത് കണ്ടോ, ഇതെന്താ കണ്ടോ? അപ്പൊ അവള് വേഗം അതിന്റെ പിടിച്ചിട്ട് അവളിനോട് പറയുന്നത്, ക്ഷമിക്കണം, ഞങ്ങൾക്ക് വേറെ ചോറ് തരാം. അപ്പൊ ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് എനിക്ക് മുടി കിട്ടുന്നുണ്ട് പലപ്പോഴും, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞതിനറിയോ, ഇത്രയും വലിയ മുടി കിട്ടിയാലും അതൊക്കെ പൊറുക്കുകയും സഹിക്കുകയും ചെയ്ത ഒരു ഭർത്താവായിരുന്നു ഞാനെന്ന്. അഥവാ നീ അറിയാതെ പോയാൽ അതൊരു വലിയ പ്രശ്നമാണ്. അതിനാണ് ചിലർക്ക് മുടി കിട്ടി അതോടുകൂടി തൊലാക്കായി. ചെങ്ങായിമാരെ മുടി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നുകൊണ്ട് സ്റ്റേജിലേക്ക് നോക്കിക്കൊള്ളിട്ടോ. മോണാക്ട് മിമിക്രി ഒന്നല്ല. സാധാരണഗതിയിൽ മീന് വറുക്കുക അല്ലെങ്കിൽ കറി ഉണ്ടാക്കുക, ഈ കറി ഉണ്ടാക്കുക കരുവേപ്പില എങ്ങനെ അതിലിങ്ങനെ അല്ലേ, മഞ്ഞളിടും, ഉപ്പിടും, എല്ലാം ഇടും. ആ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിടുവോ മുടി ഇത് കിടക്കട്ടെ കറി നന്നാകാൻ? ഇല്ല. അപ്പൊ ആ സാധു ഈ വെപ്രാളത്തിനിടയിൽ ഉണ്ടായി പോയതാ. രാവിലെ ഭക്ഷണം വെക്കണം, 11 മണിക്ക് ഭക്ഷണം കൊടുക്കണം, ഉച്ചക്ക് 1 മണിക്ക് ഭക്ഷണം കൊടുക്കണം. ക്ഷീണിച്ച് അവശയായ ഭാര്യയുടെ ഒരു മുടി കണ്ടു എന്നതിന്റെ പേരിൽ അവളെ തലാക്ക് ചെല്ലുന്നവനും അവളെ ശകാരിക്കുന്നവനും ഒരു യഥാർത്ഥ ഭർത്താവേ അല്ല. നമ്മള് ഈ സ്നേഹവും കരുണയുമാണ് ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ മുഖം. അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വുൻ ലക്കും. അല്ലാഹു പറയാണ്, എന്താ പറയുന്നത്? ഖുർആനിലെ 64-ാം അധ്യായം 14-ാമത്തെ വചനം. അതിൽ പറയാണ്, ഭാര്യമാരിൽ ശത്രുക്കളുണ്ട്, മക്കളിൽ ശത്രുക്കളുണ്ട്. അല്ലേ? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തദ് ദുനിയാ. സന്താനവും സമ്പത്തും ദുനിയാവിലെ പരീക്ഷണങ്ങളാണ്. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാക്കിയാകുന്നത് സത്കർമ്മമാണ്. ഓർക്കണം, ഇതൊക്കെ വെച്ചുകൊണ്ട് മക്കൾ. അപ്പൊ നിങ്ങൾ നോക്ക്, മക്കൾ എന്തുകൊണ്ടാണ് കഞ്ചാവ് അടിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഞാനൊക്കെ ഒരുപാട് കോളേജ് പഠിച്ചിട്ടുണ്ട്, ഭൗതിക കോളേജിലും പഠിച്ചിട്ടുണ്ട്, ആത്മീയ കോളേജിലും പഠിച്ചിട്ടുണ്ട്. ഒരുപാട് എല്ലാ മതത്തിൽപ്പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരു ദിനേശ്വരി, ഒരു പുക, ഒരു സിസർ വലിപ്പിക്കാൻ എന്റെ കൂട്ടുകാർക്ക് എന്നെ കൊണ്ട് സാധിച്ചിട്ടേ ഇല്ല. ഒരുപാട് ആളുകൾ പറയടാ, ഒരു ബീഡി വലിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. എന്റെ ഉപ്പ എന്നെ കാണിച്ച മാതൃക അതല്ല. എന്റെ ഉപ്പ ഇതൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ്. എന്റെ ഉപ്പ എന്താണോ അതാണ് എനിക്കും ആകാൻ ഇഷ്ടം. എന്റെ ഉപ്പ എന്റെ റോൾ മോഡലാണ്. ഇത് പറയുന്നത് എന്തിനറിയോ? നമ്മൾ ഈ ജീവിതത്തിൽ എവിടെ കൊണ്ടുപോയി നമ്മളെ ഇട്ടാലും ബാപ്പയും നല്ലവരാണോ ആ മക്കൾ കേടില്ല. ഒരു ഉദാഹരണം പറയാം. ഷെയ്ഖ് ജീലാനി തന്റെ പിഞ്ചുമോനെ ദർസിലേക്ക് പറഞ്ഞേക്കുമ്പോ 440 ദിർഹമിന്റെ ഒരു പണസഞ്ചി കൊടുത്തിട്ട് മടിയിൽ വെച്ച് കെട്ടിക്കൊടുത്തു. എന്നിട്ട് പോകുമ്പോ മോനോട് പറഞ്ഞു, മോനെ കുലിൽ ഹഖ വഇൻ കാന മുറാ, കൈപ്പാണെങ്കിലും മോനെ സത്യമേ പറയാവൂ, കൈപ്പാണെങ്കിലും സത്യമേ പറയാവൂ. ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കണം, മോനെ കൈപ്പാണെങ്കിലും സത്യം പറയാവൂ. ഇന്ന് നമ്മൾ പറയണോ, മോനെ കളവ് എന്നെ പറഞ്ഞോ, നീ ഇങ്ങനെ പറഞ്ഞാൽ. അപ്പോ ഈ കുട്ടീന്റെ മനസ്സിൽ എന്താണെന്ന് അറിയോ? കള്ളത്തള്ള. വല്ലാത്തൊരു ഉമ്മ തന്നെ. നേരെ മറിച്ച് ഈ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് അലിമിയാൻ അബുൽ ഹസൻ അലി നദവി സാഹിബ് പറയാണ്, 5000 ആള് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദേവത്തിലൂടെ. 1,00,000 ആളുകൾ സംസ്കാരമുള്ളവരായിട്ടുണ്ട്, മുസ്ലിങ്ങളിൽപ്പെട്ടവർ തന്നെ. അത്രയും വലിയ മഹാനാണ് ഷെയ്ഖ് ജീലാനി. ഈ ഷെയ്ഖ് ജീലാനി ചെറിയ കുട്ടിയായിരുന്നപ്പോ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കള്ളം പറയല്ല മോനെ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോ ഒരു കൊള്ളക്കാരൻ പിടിച്ചിട്ട് നിക്കവിടെ, എന്താ നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഷെയ്ഖ് ജീലാനി പറഞ്ഞു, എന്റെ പൊന്നുമ്മ തന്ന 40 ദിർഹമുണ്ട്, ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. എടുത്തത് കൊടുത്ത് ചിരിച്ച് സന്തോഷത്തോടു കൂടി പോയി. അപ്പൊ കൊള്ളക്കാരന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, ഈ കുട്ടി എന്തൊരു സത്യസന്ധനാണ്. ഓടിച്ചെന്ന കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ നീ എന്താ സത്യം പറഞ്ഞത്? എനിക്കൊരു ഉമ്മയുണ്ട്, എന്റെ ഉമ്മ അൽ ഉമ്മു മദ്രസത്തുൻ, എന്റെ ഉമ്മ എന്റെ പാഠശാലയാണ്, കള്ളം പറയരുത് എന്ന് പഠിപ്പിച്ചൊരു ഉമ്മ എനിക്കുണ്ട്. ആ കൊള്ളക്കാരൻ നന്നായി. ആ കൊള്ളക്കാരൻ പിന്നെ വലിയ ശിഷ്യനായി, പണ്ഡിതനായി. സാധിക്കും നിങ്ങളുടെ ഉമ്മാക്ക് ഇവിടെ? മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വളർത്തിയത് വിധവയായ ഒരു സ്ത്രീയായിരുന്നു, ഉമ്മയായിരുന്നു. അബുൽ കലാം ആസാദിനെ വളർത്തിയതും ഒരു ഉമ്മയായിരുന്നു. അതുപോലെ അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ വളർത്തിയത് ഒരു ഉമ്മയായിരുന്നു. എത്ര ഉമ്മമാരാണ് അവർ വളർത്തിയത്? അവര് വീട്ടിലുണ്ടായിരുന്നു, സ്നേഹിച്ചിരുന്നു, കരുതിയിരുന്നു. ഉമ്മാക്കും ബാപ്പാക്കും ജോലിയാണ്.
ഉമ്മയും ബാപ്പയും ജോലിക്ക് പോയി, മക്കൾ ഒറ്റക്കാ വീട്ടില്. അപ്പൊ അവര് കാമുകനെ വിളിക്കും, കാമുകിയെ വിളിക്കും. സത്യല്ലേ? സത്യല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഒരു വിഷമം തോന്നില്ലേ? ഒരു വിഷമം ഇങ്ങനെ തോന്നില്ലേ? ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരു കുറ്റബോധം തോന്നില്ലേ? ആ കുറ്റബോധം ഉണ്ടാവണം, എന്നിട്ട് മാറാൻ ശ്രമിക്കണം. ഇനി കേട്ടോ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇഷ്ടമാണ് ഫാത്തിമയോട്, ഒരുപാട് ഇഷ്ടമാണ് ഫാത്തിമയോട്. ഒരിക്കൽ ഫാത്തിമ പറഞ്ഞു, ആയിഷ ബീവിയുടെ അടുത്ത് വന്നപ്പോ നബിയില്ല, ഉമ്മാന്റെ അടുത്ത് വന്നപ്പോ നബിയില്ല. അപ്പൊ പറഞ്ഞു, ഇതാ കണ്ടോ, ആസ് കല്ല് പിടിച്ചിട്ട് എന്റെ കൈകൾ പൊട്ടിയിരിക്കുന്നുമ്മ. നബിയോട് പറയണേ, എന്റെ പൊന്നാര ഉപ്പയോട് പറയണേ, എനിക്കൊരു ജോലിക്കാരനെ വെച്ച് തരാൻ, അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ച് തരാൻ പറയണേ. അവൻ പറഞ്ഞു, ഫാത്തിമ ബീവി പോയി വീട്ടിലോട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഫാത്തിമ ബീവി ഇത് പറഞ്ഞു, ആയിഷ ബീവി ഇത് പറഞ്ഞു. അപ്പൊ നബി ഫാത്തിമന്റെ അടുത്ത് വരികയാണ്. ശരിക്കും ചിന്തിച്ചോളൂ, ബാപ്പ ആരാകണം? ഒരു ബാപ്പ ആരാകണം? നബി നേരെ വീട്ടിൽ ചെന്നു, സലാം പറഞ്ഞു. മോളെ എവിടെ ഇരിക്കുന്നു? മോളെ, നീ ഒരു തൊഴിലാളിയെ, നിനക്ക് വേണ്ടി ഒരു വേലക്കാരനെ, ഒരു വീട്ടുപണിക്കാരനെ വേണമെന്ന് പറഞ്ഞു മോളെ. ആ, ഞാൻ ആവശ്യപ്പെട്ടു, എന്റെ കൈയുണ്ടില്ലുപ്പ, പൊട്ടിയിരിക്കുന്ന കണ്ടില്ലുപ്പ. അപ്പൊ നബി പറയണ, മോളെ, മദീനത്തെ പള്ളിയുടെ ചുറ്റിലും അഹ്ലു സുഫത്ത് എന്ന 300 ചില്ലാനം ആളുകളുണ്ട് മോളെ. അവർ പട്ടിണി കിടക്കുന്നുണ്ട്, അവർ കുടുതുണിക്ക് മറുതുണിയില്ല, അവർക്കൊരു കൊച്ചുകൂര പോലും ഇല്ല മോളെ. നിനക്ക് വീടുണ്ട്, നിനക്ക് ഭർത്താവുണ്ട്, നിനക്ക് ഞാനുണ്ട്, നിനക്ക് അലിയാരുണ്ട്, നിനക്കൊരു കൊച്ചു വീടുണ്ട് മോളെ, നിനക്ക് ആസുകല്ലുണ്ട് മോളെ. അതുപോലുമില്ലാത്ത ആളുകളുണ്ടെന്ന കാര്യം അറിയണേ മോളെ. തീർന്നില്ല മോളെ, നിനക്ക് ഞാൻ അതിനേക്കാൾ വലിയൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഉറങ്ങാൻ നേരം ഒതു എടുത്തിട്ട് നീ ചെല്ലണം മോളെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 34 തവണ ചെല്ലണേ മോളെ. സഫീൻ യുദ്ധത്തിൽ പോലും അലിയാർ തങ്ങൾ പിന്നെ മറന്നിട്ടില്ല. അപ്പൊ മോളെയും മരുവനെയും ദീന് പഠിപ്പിക്കുക ചെയ്ത്. നമ്മളോ? ഇനി നിങ്ങൾ അടുത്ത വാചകം നോക്കൂ, സൂറത്തുൽ ലുഖ്മാനിൽ നമ്മുടെ മക്കൾ കഞ്ചാവ് അടിക്കുന്നു, കളവ് നടത്തുന്നതാണ്. എന്താ കാരണം? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ യുതക മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ലുഖ്മാൻ ഹക്കീം പറയണം 16ാമത്തെ വചനം. മോനെ, മോനെ, ഒരു ചെറിയ കാര്യം, ഈ സിന്തറ്റിക് ലഹരി എന്നൊക്കെ പറഞ്ഞാലേ, അതുപോലെ ഇന്നത്തെ MDMA എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ പഞ്ചസാര തരി പോലത്തെ പൊടികളാ. ഈ മിഠായികളിൽ വരെ അതുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന ഒരു ലോകത്ത് ബാപ്പ മോനോട് പറയും, മോനെ, ഒരു അണുത്തൂക്കുള്ള ഒരു കാര്യം നീ ഒളിപ്പിച്ചാലും മോനെ, ബാപ്പാനെ പറ്റിക്കാൻ പറ്റും, ഉമ്മാനെ പറ്റിക്കാൻ പറ്റും മോനെ, പക്ഷേ അള്ളാനെ പറ്റിക്കാൻ പറ്റൂല. ആകാശത്തിലോ ഭൂമിയിലോ പാറക്കടിയിലോ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാ അത് കാണും മോനെ. ഇങ്ങനെ പഠിപ്പിച്ച ബാപ്പുണ്ടോ? ഇങ്ങനെ പഠിപ്പിച്ച ഉമ്മണ്ടോ? എങ്കിൽ മക്കൾ കേടില്ല. അടുത്ത വാചകം എന്താ? യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വഅൻഹാ അനിൽ മുൻകർ. എന്റെ മോനെ, നിസ്കാരം നിലനിർത്തണേ മോനെ, നിസ്കരിക്കണേ മോനെ, കൂടെ കൂട്ടിക്കൊണ്ട് പോകണം അതിനെ. തീർന്നില്ല, നന്മ കൽപ്പിക്കണേ, തിന്മ വിരോധിക്കണേ മോനെ. അതാണ് മോനെ ഏറ്റവും ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ. അടുത്തു പറഞ്ഞ, യാ ബുനയ്യ, എന്റെ മോനെ, ശബ്ദം ഉയരുന്നത് ശ്രദ്ധിക്കണേ, അങ്ങാടിയിൽ ബഹളമുണ്ടാക്കല്ല മോനെ. മാത്രമല്ല, ആളുകളെ കാണുമ്പോ നിന്റെ ഫേസ് നീ തിരിച്ചു കളയല്ലേ മോനെ, അവരെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കണേ മോനെ. തർബിയത്ത് എവിടെ വെച്ചാണ്? മദ്രസയിലല്ല, തർബിയത്ത് അറബി കോളേജിലല്ല. ജനിച്ചു വീണ അന്നാള് മുതൽ മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്ത് ഇന്ന് കിട്ടുന്നില്ല. ഇതാണ് പ്രശ്നം. ഏതാണ് പ്രശ്നം? ഇതാണ് പ്രശ്നം. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചോ, ഇത് കേൾക്കുന്നവരും ലൈവിൽ കേൾക്കുന്നവരും, സത്യമല്ലേ ഇത്രയും സമയം ഞാൻ ഈ പറഞ്ഞത്? ആരവർക്ക് മാതൃകയാവുണ്ട്? കേട്ടോ, പുതുമുതലിൽ നിന്ന് കാരൊക്കെ എടുക്കുകയാണ് പേരക്കുട്ടി ഫാത്തിമ ബീവിയുടെ. ഫാത്തിമ എത്ര ചങ്കാ റസൂലിന്. ആ ഫാത്തിമ ബീവിയുടെ ചെറിയ കുട്ടികൾ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ, പൊതുമുതലിന് കാരൊക്കെ തിന്നപ്പോ കുട്ടികളല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചോ? കാരണം അന്ന് തിരുത്തിയിലെ ചൊട്ടയിലെ ശീലം ചുടല വരെ. അന്നാ തിരുത്തണ്ട്, 15 വയസ്സാവുമ്പോ അല്ല തിരുത്തണ്ട്, അന്ന് തിരുത്തണം. അപ്പൊ നബി പറഞ്ഞു, മോനെ, തുപ്പിക്കള മോനെ, നമുക്ക് പറ്റില്ല മോനെ, തുപ്പിക്കള മോനെ. ചിന്തിക്കണേ. അപ്പോ തുപ്പാതെ വന്നപ്പോ വായിൽ കൈയിട്ടത് മാന്തി എടുത്ത് പുറത്തേക്ക്. ഇനി ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, പിന്നീട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ കൊച്ചു കുഞ്ഞ് മരിക്കുന്നത് വരെ ഒരു ഈത്തപ്പഴം തനിക്ക് പാടില്ലാത്തത് പിന്നീട് തിന്നിരുന്നോ? ഉണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? ഏറ്റവും ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ട് ആ വെള്ളക്കടലാസിൽ ഹലാലെ തിന്നാവൂ, ഹറാമ് തിന്നരുത് എന്ന് ആര് പഠിപ്പിച്ചു? ആര് എഴുതി വെച്ചു? അള്ളാഹുവിന്റെ റസൂൽ എഴുതി വെച്ചു. സമ്മതിച്ചോ?
സുപ്രയിലിരുന്ന് ഭക്ഷണം ഇങ്ങനെ കഴിക്കുക. അപ്പൊ കുട്ടി അവിടുന്ന് നോക്കാം മാന്തി റസൂലുള്ള കൈയ്യും പിടിച്ചു. കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ബിസ്മി ചെല്ല് മോനെ, നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന് മോനെ. പിന്നീട് ഒരിക്കൽ ഈ കുട്ടി വ്യത്യസ്ത ഭക്ഷണം ഉണ്ടായിട്ട് ഒരു ഭാഗത്ത് നിന്ന് മാത്രം തിന്നപ്പോൾ റസൂലുള്ള പറയണം, മോനെ അന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുള് വേറെയാണ്, ഇത് വ്യത്യസ്ത ഭക്ഷണം ഉണ്ടാവുമ്പോൾ അതിൽ നിന്നൊക്കെ ഓരോന്ന് എടുക്കാം, ഇത് ഒരേ ഭക്ഷണം ആവുമ്പോ കണ്ടോ ആ പഠിപ്പിക്കൽ കണ്ടോ, പഠിപ്പിച്ചിട്ട് ആ കുട്ടി പിന്നീട് പ്രാവർത്തികമാകുന്നുണ്ടോ. അപ്പൊ കുട്ടികളാവും. ഇനി നിങ്ങൾ നോക്ക്, അബൂ ദുജാന സുബൈ നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് ആളുകൾ കണ്ടു. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഏഴല്ല എത്രയോ ദിവസം. അപ്പൊ ആളുകൾ പിടിച്ചു വെച്ചു, എങ്ങോട്ടാ പോണ അബൂ ദുജാന? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദിക്ർ ചെല്ലാതെ ദുആയിരക്കാതെ എങ്ങോട്ടാ പോണെന്നാ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, അതെ എന്റെ അയൽവാസിയുടെ വീട്ടിലെ ഒരു ഈത്തപ്പനയുണ്ട്, അവന്റെ അതിരില് ആ ഈത്തപ്പനയുടെ പഴങ്ങളൊക്കെ വീഴുന്നത് എന്റെ മുറ്റത്താണ്. അപ്പൊ എന്റെ മക്കള് നേരത്തെ എണീച്ച് അന്യന്റെ ഈത്തപ്പഴം തിന്നു. സ്വന്തം നോക്കൂ, ചെറിയ കുട്ടി ഹറാമ് തിന്നരുത് എന്ന് ബാപ്പാക്ക് കണിശത ഉണ്ടായിരുന്നു. അങ്ങനെ കണിശതുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ട്? പറ, എത്ര പേരുണ്ട്? ഉമർ ബിൻ അബ്ദുൽ അസീസ് മകന്റെ കയ്യിൽ പൊതുമുതലിൽ നിന്ന് ഒരു ആപ്പിൾ കണ്ടു, കണ്ണുകൾ ചുവന്നു തൊടുത്തു, ആപ്പിൾ പിടിച്ചെടുത്തു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് പൊതുമുതലിലേക്ക് വെച്ചു. കുട്ടി പൊട്ടിക്കരയുകയാണ്. കരച്ചിൽ നിൽക്കാതെ, കരച്ചിൽ ഓവറായപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് അങ്ങ് പോയി. പക്ഷേ ഭാര്യക്ക് ഉമ്മാക്ക് കൽബ് പടച്ചപ്പോ മാർക്കറ്റിൽ പോയിട്ട് ഒരാപ്പിൾ കൊണ്ടുവന്ന് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കുട്ടിയുടെ കരച്ചിൽ. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് വന്നപ്പോ ആ കുട്ടിയുടെ കയ്യിൽ വീണ്ടും ഒരു ആപ്പിൾ കണ്ടപ്പോ അദ്ദേഹം ആകെ വെപ്രാളപ്പെട്ടപ്പോ ഭാര്യ പറയണം, ബേജാറാണ്ട, നേരത്തെ ആപ്പിൾ അല്ല അത്, ഞാൻ വാങ്ങിക്കൊടുത്ത ആപ്പിളാണ്, നിങ്ങൾ എനിക്ക് ചെലവഴിക്കാൻ നിന്ന സംഖ്യയിൽ നിന്ന് പിശുക്കി പിടിച്ചത് കൊണ്ട് ഞാൻ എന്റെ മകനൊരു ആപ്പിൾ വാങ്ങിച്ചു കൊടുത്താണ്. ഈ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞത് എന്താ അറിയോ? ഓരോ ബാപ്പാരും മനസ്സിലായിക്കോളെ. ഭാര്യയോട് പറയണം, എടി കുഞ്ഞിന്റെ ചെറിയ കുട്ടിയായിട്ട് പോലും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പറിച്ചെടുത്തത് അതിങ്ങനെ പിടിച്ചു വാങ്ങുമ്പോ എന്റെ കരള് പറിക്കുന്ന വേദന ഒരു ബാപ്പ എന്ന നിലയ്ക്ക് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്റെ കുട്ടി ഹറാമിന്റെ വഴി ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ചിന്തിക്ക്. ഞാൻ വേറൊന്നും ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോടാ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാര് വീട് വിട്ട് സുബൈക്ക് പോവല്ലോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും സഹാബത്തിന്റെ ഭാര്യമാര് പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്തിന്റെ ഭാര്യമാരെ സ്വഹാബികൾ വീട് വിടുമ്പോ ഹറാം വേണ്ട, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന മട്ടൻ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഫിഷ്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഡ്രില്ല് ചെയ്ത മാംസങ്ങൾ, നിങ്ങൾ കൊണ്ടുവരുന്ന ഫ്രൂട്ടുകൾ, നിങ്ങൾ കൊണ്ടുവരുന്ന പച്ചക്കറികൾ, നിങ്ങൾ വാങ്ങി വരുന്ന വസ്ത്രങ്ങൾ ഹറാമാണോ ഹലാലാണോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് വേണ്ടാതെ. അങ്ങനെ പറഞ്ഞ എത്ര ഭാര്യമാരുണ്ട്? ഞങ്ങൾ എത്ര വേണമെങ്കിലും പട്ടിണി കിടക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഹറാമ് വേണ്ട. അപ്പൊ ഇസ്ലാമിക കുടുംബം എന്ന് പറഞ്ഞാൽ ഇതാ. ഇനി ഇന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി. സൂറത്ത് റഅദിലെ 11-ാമത്തെ വചനം ഓർത്തുകൊണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തവരെ അല്ലാഹു മാറ്റൂല. മാറാൻ നമ്മൾ സ്വയം തയ്യാറാകണം. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ ഗൗരവപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമുക്കൊക്കെ കൂട്ടുകാരുണ്ട് അല്ലേ? ഞാൻ ഈ രക്ഷിതാക്കളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കൾ കോളേജ് പഠിക്കുന്നുണ്ട്, സ്കൂൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികളുടെ പെൺകുട്ടികളുടെ കൂട്ടുകാരികൾ ആരാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ മോളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എത്ര കൂട്ടുകാരികളുണ്ട് നിനക്ക്? ആ കൂട്ടുകാരികളെ, ഇത് വലിയൊരു പോയിന്റാണ്, ആ കൂട്ടുകാരികളെ നിങ്ങൾ എന്ത് വേണം എന്നറിയാം? വെക്കേഷൻ ടൈം ഒക്കെ വരില്ലോ, വെക്കേഷൻ ടൈം വരുമ്പോ മോളെ നിന്റെ കൂട്ടുകാർ, ഇങ്ങനെയും ചോദിക്കണം, നിനക്ക് കൂട്ടുകാരുണ്ടോ കൂട്ടുകാരികളുണ്ടോ? ആണായ കൂട്ടുകാരനും കൂട്ടുകാരിയും ഉണ്ട്, പെണ്ണുണ്ടോ എന്നും ചോദിക്കാം. എന്നാ അവരൊക്കെ നീ ഒന്ന് വിളിച്ചോ, നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാം, ഒരു സൗഹൃദ സംഘമാകാം. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കി ഞങ്ങൾക്ക് കാണാം. അങ്ങോട്ട് വരുമ്പം തന്നെ അവരുടെ വേഷവും കോലവും കണ്ടറിയ വക്കുട്ടിയതാണോ അല്ലേ, പറ്റുന്നതാണോ അല്ലേ എന്ന് സൗഹൃദത്തിന്. എത്ര രക്ഷിതാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എത്ര രക്ഷിതാക്കൾ. ഇനി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ചിരിക്കാൻ വേണ്ടി പറയല്ലോ, നിങ്ങൾ പെട്ടെന്ന് ഒരു രക്ഷിതാവിനോട് ചോദിച്ചോക്കെ എത്ര കുട്ടികളുണ്ട്? 4 അല്ല 5. മൂപ്പർക്ക് 5 കുട്ടികളുടെ മൂപ്പർക്ക് സംശയിച്ച് നിൽക്കണം പറയാൻ. കുട്ടി എത്രയാ പഠിക്കുന്നത്? 7. അപ്പൊ അപ്പുറത്തുനിന്ന് ഭാര്യ, 7 നിങ്ങൾ എന്തെറ്റിക്കാക്കെ ഓള് 4. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ് അല്ലമീൻ സ്കൂൾ അവള് പഠിക്കുന്നത്. കാരണം ജീവിതത്തിൽ ഒരിക്കലും ബാപ്പ പോയിട്ടില്ല. സത്യല്ലേ? അല്ലാന്ന് പറയൂ, അല്ലാന്ന് നിഷേധിക്കൂ. ജീവിതത്തിൽ മക്കളുടെ കൂടെ ആഴ്ചയിൽ അവരെ
ഹോസ്റ്റലിലാണെങ്കിൽ പോയി കാണാൻ. ബാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ മകളെ ലോകത്തിന് സമർപ്പിക്കേണ്ടവനാണ്. അവളെ ഒരു പയ്യൻ കെട്ടിക്കൊണ്ടു പോകുമ്പോ അവന് കണ്ണീര് കുടിക്കാൻ അവസരം ഉണ്ടാക്കരുത്. മാതാപിതാക്കൾക്ക് അത് വിഷമമാണ്, അതുണ്ടാക്കരുത്. സ്വന്തം മക്കളെ എന്നും കാണണം. മക്കൾ ചിന്തിക്കണം, എന്റെ കൂട്ടുകാരനാരാ? പരലോകത്തൊരു വിലാപുണ്ട്. എന്താ അതിന്റെ അർത്ഥം അറിയുന്നത്? പരലോകത്ത് കൈകടിക്കും. എന്നിട്ട് ഇവന്റെ വിലാപം എന്താ അറിയോ? ഈ പെൺകുട്ടി പറയുന്നത്, വൃത്തികെട്ട കൂട്ടുകാരികളായിരുന്നു ഞങ്ങളുടേത്, അവരെന്നെ വഴി തെറ്റിച്ചു. ഞങ്ങൾക്ക് ക്ലാസ് കിട്ടി, പ്രൊഫഷണൽ സമ്മേളനത്തിലൂടെ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടി. പക്ഷേ കഞ്ചാവിന് വേണ്ടി ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിൽ ഞങ്ങളെ ക്ഷണിച്ചു. കൂട്ടുകെട്ടും നന്നാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരാളുടെ നിങ്ങളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഖലീൽ ദീനിഹി, ദീനി ഖലീൽ, ഏതൊരു കുഞ്ഞും അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഏറ്റവും കൂടുതൽ അവൻ ചെലവഴിക്കുന്നത് കൂട്ടുകാരുടെ കൂടെയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ടൂർ പോയില്ലേ പെൺകുട്ടി? ബാപ്പ പറഞ്ഞു, ഞാനും ഉണ്ട് മോളെ. അവര് പോകുന്ന സ്ഥലത്ത് എന്റെ കാറിൽ മോളെ നിനക്ക് പോരാന്ന് പറഞ്ഞു നോക്ക്. ഓളെ ഞാൻ ടൂറിന് പോകുന്നില്ല. എന്താണ് ഓളെ പ്രശ്നം? ബാപ്പ ഉണ്ടെങ്കിലൊക്കെ എന്താ സഹിക്കാൻ പറ്റാത്തത്? ഓക്ക് കൊഞ്ചാൻ പറ്റൂല. ഇന്നത്തെ കാലത്തെ ഒരു 3 പെൺകുട്ടി 4 പെൺകുട്ടിക്ക് ഒരാണാ. നേരെ തിരിച്ചാ ആഞ്ചാരിയ വരുന്നത്. അത്രമേൽ ബോറാണ്. ഇനിയോ സൂറത്ത് മുദ്ദസ്സിറിൽ ഒരു ചോദ്യമുണ്ട്. സ്വർഗക്കാരായ ആളുകൾ നരകത്തിലേക്ക് എത്തി നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തേ നിങ്ങൾ സക്കറിൽ അറിയപ്പെട്ടത്? എന്താ നരകത്ത് പോയത്? ഞങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല, അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുകയായിരുന്നു, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല. മൂന്നാമത്തെ ഏറ്റവും വൃത്തികെട്ട കൂട്ടുകാരായിരുന്നു എന്റെ കൂട്ടുകാരൻ, ഏറ്റവും വൃത്തികെട്ട കൂട്ടുകാരൻ. അപ്പൊ നല്ല കൂട്ടുകാരെ പിടിച്ചാലേ സ്വർഗത്തിലെത്തും. മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഹാജിറിന് ഒരു അൻസാറിനെ കൂട്ടുകാരനാക്കി കൊടുത്തു. എത്ര നല്ല ബന്ധം ഉണ്ടാക്കി കൊടുത്ത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്ത് മുദ്ദസ്സിർ 74-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനം. ഇപ്പൊ പറഞ്ഞത് 9-ാം അധ്യായം 71-ാമത്തെ വചനം. സത്യവിശ്വാസികളും സത്യവിശ്വാസികളും മിത്രങ്ങളാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരും പറയാം. ഞാൻ ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾ കേട്ടില്ലേ? ഫസ്റ്റ് നബി സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പറയാണ്, ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടുക്കണം. മക്കളെ അടിക്കേണ്ടി വന്നാൽ അടിക്കണം, മക്കളെ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കണം. അത് സ്നേഹമാണ്, കാരുണ്യമാണ്. മക്കൾ കേട് വരുമ്പോൾ ജാഗ്രത പുലർത്തണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, മക്കള് വീട്ടിലുള്ളപ്പോൾ നമ്മളും വീട്ടിലുണ്ടാവണം, ബാപ്പയും അമ്മയും വീട്ടിലുണ്ടാവണം. സത്യത്തിൽ എന്റെ ഒരു ചെറിയ മോനുണ്ട് ഉമർ. അവൻ ദൂരേന്നേ ആളുകളോട് പറയും, എന്റെ ബാപ്പുണ്ടാവും വീട്ടില്. ഞാനെങ്ങാനും മുറ്റത്തില്ലെങ്കിൽ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഓടുക ചെയ്യാം. ഞാനിനി വീട്ടിലേക്കില്ല, ബാപ്പില്ലാത്ത വീട്ടിലേക്ക് ഞാനില്ല. ബാപ്പയും ഉമ്മറ പടിയിൽ കാത്തിക്കണം അല്ലേ? പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ ദാമ്പത്യമൊക്കെ തെറ്റിപ്പോന്നതിന്റെ ഇതൊക്കെ തെറ്റുന്നതിന്റെ കാരണം എന്താ അറിയോ? പണ്ട് നമ്മുടെ കാലത്ത് ഒരു പാട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ പാട്ട് എങ്ങനെയായിരുന്നു? പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഇന്നോ പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭർത്താവ്. കാരണം ഓള് ജോലി കഴിഞ്ഞു വരുന്നു 9 മണിക്കാ, മൂപ്പര് ജോലി കഴിഞ്ഞു വരുന്നു 4:30. മൂപ്പരെ സ്വീകരിക്കുന്ന ഓളെ ഒക്കെ റിവേഴ്സിലാ, നേരെ തിരിച്ചിട്ടാ. എല്ലാം തല തിരിഞ്ഞു. അതുകൊണ്ട് കേടും വന്നു ലോകം. ഉമ്മയിപ്പയും സ്വീകരിക്കാനുണ്ടാകും. എന്റെ പൊന്നുമക്കളെ എന്ന് പറഞ്ഞിട്ട് ഗേറ്റിൽ പോയി നിന്ന്, റോഡ് വക്കത്ത് പോയി നിന്ന് മകളെ ബസ്സിറക്കി കെട്ടിപ്പിടിച്ചു കൊണ്ടുവരണം. ഇന്ന് സോഷ്യൽ മീഡിയ കാണുന്നുണ്ടോ? നായിക്കുട്ടി പോയി നിൽക്കുക, നായ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ. എങ്ങനെയുണ്ട് നായ ജീവിതം? നാട്ടില് നായ ജീവിതം. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം നായിനോട്, തള്ളക്ക് ഏറ്റവും ഇഷ്ടം നായിനോട്. അതെന്തുകൊണ്ടാന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ അവസാനിപ്പിച്ചോട്ടെ? നിങ്ങൾക്കൊക്കെ ആഗ്രഹം അവസാനിപ്പിക്കരുതെന്ന് എനിക്കറിയാം. കാരണം എന്താ പറയുക, ജീവിതത്തിൽ ഇങ്ങനെ ഞങ്ങളെ ശിക്ഷിച്ചൊരു പ്രസംഗം വേറെ എണീക്കാൻ തന്നെ കഴിയുന്നില്ല.
എങ്ങനെ ഇനി ഇവിടുന്ന് എണീറ്റ് മുഖത്ത് വെക്കുക എന്നുള്ളതാണ്. അല്ലാഹനെ പഠിച്ചാൽ മതി, പടച്ചോനെ പഠിച്ച് നന്നായാ മതി. ഇന്നു മുതൽ അലാ ഫഇന്ന ഫിൽ ജസദി മുദ്ആ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. മോനെ മനുഷ്യരെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. والذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة لقد من الله على المؤمنين لقد جاءكم رسول من أنفسكم. ഇതൊക്കെ വിവരിക്കാൻ കുറെ സമയം വേണം. സൂറത്ത് തൗബ 128, സൂറത്ത് ആൽ ഇംറാൻ 164, സൂറത്ത് ജുമഅ 2-ാമത്തെ വചനം, സൂറത്ത് ബഖറ 129. നബി ഖുർആൻ ഓതി സുന്നത്ത് ഓതി. ഞാൻ പറയട്ടെ, നരകത്തെ കുറിച്ച് മക്കളെ പഠിപ്പിക്കാതെ മക്കൾ നന്നാവും നിങ്ങൾ വിചാരിക്കണം. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ആ ഭാഗം വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് യുവാവാണ്, യങ്ങാണ്, രാജാവാണ്, ഭരണാധികാരിയാണ്, സുമുഖനാണ്. അദ്ദേഹമാണ് ഇമാമക്കിണ് പള്ളിയിൽ. അപ്പൊ സൂറത്ത് ലൈൽ ഇങ്ങനെ ഓതുകയാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സയ്യകും ലശത്താ. അങ്ങനെ ഓതിയിട്ട് 14-ാമത്തെ വചനത്തിൽ വരികയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. 14-ാമത്തെ വചനത്തിൽ വരികയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയുള്ള ഭാഗം വൈൻഡ് അപ്പ് ചെയ്യുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അദ്ദേഹം അതിലെ 14-ാമത്തെ സൂറത്ത് ലൈലിലെ 92-ലെ 14-ൽ വരികയാണ്. കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത്, കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് എന്ന ആയത്ത് ഓതിയപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധരഹിതനായി മിഹ്റാബിൽ വീഴുകയാണ്. ബോധം കെട്ടിട്ട് വീണു. ആളുകൾ ചുറ്റിലും കൂടി. അപ്പൊ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ നിന്ന് മന്ത്രിക്കുന്ന എന്തറിയോ? നമ്മുടെയൊക്കെ നാവിലോ സിനിമാ പാട്ട്, കോമഡി ഇതൊക്കെ നമ്മുടെ മനസ്സിലാവും. മക്കളെ, നാളെ നരകത്തിൽ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് വരരുത്. എന്റെ പൊന്നു മക്കളെ, 19-ാം അധ്യായം 71. നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ആരുമില്ല. യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ. 33-ാം അധ്യായം 66, 67, 68. മുഖം നരകത്തിൽ കുത്തി വീഴും. ആ നരകത്തെ കുറിച്ച് മക്കളെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, അന്നാറു ഹഖ്കുൻ അൽ ജന്നതു ഹഖ്കുൻ. സ്വർഗ്ഗം സത്യമാണ്, നരകവും സത്യം. ഓർക്കണം. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എങ്കിലും ഒരു വാചകം കൊണ്ട് ഞാൻ പൂരിപ്പിക്കാം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആ ഫിർഖത്തുൻ നാജിയയുടെ ലൈൻ തെറ്റാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അത് പിഴച്ച സംഘടനയാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. 1. 2, തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് തീർച്ചയായും കുല്ലു ബനി ആദമ ഖതാഊൻ വഖൈറു അത്താഈന തവാബൂൻ. ആദമിന്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും. ആ തെറ്റുപറ്റുന്നത് തിരുത്തുന്നവരാണ് ഏറ്റവും ഉത്തമന്മാർ. അഖീദയിൽ ഒരു തെറ്റും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് സംഭവിച്ചിട്ടില്ല. അഖിലുസ് സുന്നത്തി വൽ ജമാഅ എന്താ? പിന്നെ ഇതൊക്കെ പറയുമെന്നുണ്ടാവും. അറിയോ, ഒരു ദഅവത്ത് ചെയ്യൂല, ദഅവത്ത് ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തും ചെയ്യും. ഒരു മനുഷ്യൻ ഒരു വെളിച്ചുണ്ടാവില്ല, ചിരിക്കൂല, വർത്താനം പറയില്ല, ഒന്നുമില്ല. നീണ്ട കുറെ താടി ഉണ്ടാവും, മുട്ടിന്റെ താഴെ ഒരു തുണി ഉണ്ടാവും. ഇതൊക്കെ അതൊക്കെ ഉണ്ടാവണം, അതൊക്കെ ഖൈറാ. പക്ഷെ മനസ്സിലെ ഇൽമുണ്ടല്ലോ, ആ ദുൽമട് മാറ്റി. ഖവാരിജിയത്തിന്റെ അംശങ്ങൾ പേറുന്ന എത്ര ആളുകൾ കൂട്ടത്തിലുണ്ടെന്ന് അറിയാം. കേരളത്തിൽ, ഇന്ത്യയിൽ, നമ്മുടെ നാട്ടില് ഖവാരിജിയത്തിന്റെ അവർ ഓത്തും ഓരോ നിസ്കാരവും പക്ഷെ തൊണ്ടക്കുഴി നിങ്ങോട്ട് ഉറങ്ങുന്ന മുത്ത് നബിയാ പറയാം. അങ്ങനത്തെ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആര് തെറ്റി ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്തും, ഏത് രംഗത്തുള്ള തെറ്റും. കാരണം ഇത് മൗസൂമിങ്ങളല്ല, പാപസുരക്ഷിതരല്ല, മലക്കുകളല്ല, മനുഷ്യരാണ്. തെറ്റിലേക്ക് ചായുന്നതാണ് മനസ്സ്. സൂറത്ത് യൂസുഫ് 53-ാമത്തെ വചനം. അള്ളാന്റെ കാരുണ്യം ലഭിച്ച തെറ്റ് മുക്തരാകും. എല്ലാവരും അതെ. ഓരോരുത്തരും ന്യൂനത നോക്കി നടക്കുക മാത്രമല്ല, നന്മ ഉണ്ടോന്ന് അതും കൂടി നോക്കണം. നന്മയെ പ്രശംസിക്കാൻ ജൂതന്മാരുടെ നന്മ അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിന്മയെ എതിർത്ത്. ആ പാഠമെങ്കിലും ഖുർആൻ നമ്മൾ പഠിക്കണം.
അല്ലാതെ ഫിത്തന ഉണ്ടാക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യ രാജ്യം ഇത്രയും മോശമായ ഒരു കാലഘട്ടത്തിൽ, ലിബറലുകൾ അരങ്ങ് തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടന്നോട്ടെ, അതിനെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏതായാലും കഴിയില്ല, അപ്പൊ നിങ്ങൾ ദുആ ചെയ്യുക, ഫിത്തന ഉണ്ടാക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കണം, നമ്മുടെ മക്കളെ കൂടെ നമ്മൾ കളിക്കണം, നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ തമാശക്ക് കൂടണം, നമ്മുടെ മക്കളുടെ സ്കൂളിലെ വിശേഷങ്ങൾ വൈകുന്നേരം വന്നാൽ അവരെ കൊണ്ട് പറയിപ്പിക്കണം, മോളോട് ചോദിക്കണം ഇന്നെന്താ സ്കൂൾ ഉണ്ടായത് എന്ന് ചോദിക്കണം. എല്ലാ കാര്യത്തിലും നമ്മൾ അവരോടൊപ്പം നിൽക്കാനും, അവരോടൊപ്പം യാത്ര പോകാനും, അവരെ ഇടയ്ക്കൊക്കെ പുറത്തു കൊണ്ടുപോകാനും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും, നല്ല ബാപ്പയും നല്ല ഉമ്മയും അവരെ പ്രത്യേകം പരിഗണിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് വേദനിക്കേണ്ടി വരില്ല. സർവശക്തനായ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കും.